ഒരാൾ ക്യാൻസർ പേഷ്യന്റ്. അപ്പൊ അദ്ദേഹത്തിന്റെ ക്യാൻസർ മലതാരത്തില 50 രൂപ, അന്നത്തെ കാലത്ത് 50 രൂപ ചെലവ് കൊടുക്കും. ഇയാളെ നോക്കാൻ ഒരാളെ അന്വേഷിക്കും. അത് എന്റെ പേര് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു നാളെ ഇദ്ദേഹത്തിന്റെ മലം ഒരു പ്രത്യേക പരിശോധനയ്ക്കുണ്ട്. അപ്പൊ ഈ മലതാരത്തിൽ 2 മലം പോകാൻ പാടാണ്. അതുകൊണ്ട് സൂക്ഷിക്കുന്നത് എപ്പോഴാ മലം പോകുന്നത് അത് നോക്കി ഇരിക്കണമെന്നില്ല. മറ്റേ പാത്രം അടി വെച്ച്. പക്ഷെ ഇദ്ദേഹം ഈ മുക്കിയ സമയത്ത് ഇതിന്റെ ഒരു കഷ്ണം നേരെ ക്ലോസറ്റിലോട്ട് പോയി. അപ്പൊ നേരിട്ട് പറഞ്ഞു ഇനിയല്ല ഇതെങ്ങനെ എടുക്കുന്നത് ആലോചിച്ചു. എന്റെ ഈ കയ്യെ നേരെ ഈ ക്ലോസറ്റിലോട്ട് മുത്ത് ഇറക്കി നമുക്കത് പതുക്കി ഇങ്ങനെ കോരി എടുത്തിട്ട് പത്രത്തിൽ ഒരു അപേക്ഷ കണ്ടത്. അപേക്ഷ വിളിച്ചു കൊച്ചിൻ കലാഭവനിലേക്ക് ഒരു ആർട്ടിസ്റ്റിനെ എടുക്കുന്നുണ്ട്. ഒരു ക്യാൻസർ പേഷ്യന്റിന് വേണ്ടിയിട്ട് വീട്ടിലെ പ്രാരാബ്ദം ഓർത്ത് അത് മാറ്റി വെച്ചിട്ട് അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാ. ഇപ്പോഴും അതിന് കരകയറിയിട്ടില്ല അല്ലെ? ഇപ്പോഴും ആളുകൾക്ക് വേണ്ടിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഞാൻ ചെറുപ്പം അല്ലെങ്കിൽ ഈ തമാശ മിമിക്രി സ്കൂളിലൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. ജയിലിൽ കിടക്കുന്നവര്, മാനസിക രോഗികളെ, ക്യാൻസർ പേഷ്യന്റുകളെ, അവരെയൊക്കെ ചിരിപ്പിക്കാനായിട്ടാണ് നമ്മളിങ്ങനെ പോകുന്നത്. ഇവരെ കൊണ്ടുപോകുന്നതൊക്കെ ഇങ്ങനെയും ജീവിതങ്ങൾ കാണിക്കാനാണ്. 10,000-കണക്കിന് ആൾക്കാരെ സ്റ്റേജിൽ വെച്ച് ചിരിപ്പിക്കുന്നതിനേക്കാളും ഉള്ളിൽ സംഘർഷാവസ്ഥ ഇരിക്കുന്ന ഒരാളെ ചിരിപ്പിക്കാൻ പറ്റിയെങ്കിൽ അതൊരു വലിയ ഒരു പാഠപുസ്തകത്തിലും പഠിച്ചാൽ കിട്ടാത്ത സിലബസ് ആണ് അതിന്റെ അച്ഛൻ്റെ നിന്ന് നീ പഠിക്കുന്നത്. ഇത് മതി നിനക്ക് ലോകത്തെ എവിടെ പോലും ജീവിക്കാൻ. ഹായ് 4 മണി കപ്പിയിലേക്ക് കൃത്യമായിട്ടുള്ള സ്വാഗതം. നമ്മുടെ കൂടെ ഒരു അതിഥിയും കൂടെ വന്നിട്ടുണ്ട്. ചേട്ടന്മാരെ ചേച്ചിമാരെ ഭൂരിഭാഗം പേരും ബസ്സലൊക്കെ ചോദിക്കുന്ന ചോദ്യം ഇന്ന് പ്രഭാതോഷം എന്നതാ. 4 മണി കാപ്പി ഉണ്ടോ? അതൊക്കെ ചോദിക്കുമല്ലോ. നീ എന്നെ ഉപേക്ഷിക്കരുത്, ഞാനാണ് ഡയാന രാജകുമാരി. രാജകുമാരി മാറിലോട്ട് ചായന്നപ്പോ ചേച്ചി ചരവേട്ട് വന്നതാ. ഞാൻ കണ്ണൂർ കളിച്ചപ്പോ പോയത്. അപ്പടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാ? ചെണ്ടക്കപ്പയും മുളക്. നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം? ചെണ്ടക്കപ്പയും മുളക്. നമസ്കാരം, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. അപ്പൊ നമ്മൾ എവിടെ എത്തിക്കണെന്ന് അറിയാമോ? ചേട്ടന്മാരെ ചേച്ചിമാരെ ഇതാണ്ട നിങ്ങളുടെ ആൽബം കുഞ്ഞെത്തി പോയി. ഹായ്. ഇപ്പഴല്ലായിരുന്നു ഞാൻ വിളിക്കാന്ന്. ഇപ്പൊ ഏകദേശം മനസ്സിലായില്ലേ? അപ്പൊ നമ്മളിപ്പോ എവിടെ എത്തിക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹായ്. അപ്പൊ ഇനിയിപ്പോ പ്രത്യേകിച്ച് ഒരു ഇൻട്രോഡ് ആവശ്യമില്ല. ഇങ്ങോട്ട് നീങ്ങിന്നോ. അപ്പൊ ഞങ്ങള് രണ്ടുപേരും പിന്നെ ഇതാകത്ത് ചേച്ചിയുണ്ട്, മോളുണ്ട്. അതിന് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടുള്ള വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് അല്ലേ ഏട്ടാ? അപ്പോ നമ്മൾ ഇന്നതാ നമ്മുടെ സ്വന്തം ബിജുവേട്ടന്റെയും നമ്മുടെ ആൽവിന്റെ ഒക്കെ ഒപ്പമാണ്. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെയാണ്. ഇന്ന് ഞങ്ങൾക്ക് പ്രഭാതഭക്ഷണം മിസ്സായി. ഉച്ചഭക്ഷണത്തിന് എന്താ പറയാ നമ്മള്? ഉച്ചഭക്ഷണം തന്നെ പറയാം. അതിന് പ്രത്യേകിച്ച് വേറൊന്നും ഞങ്ങൾ ഇട്ടിട്ടില്ല. പക്ഷെ 4 മണി കാപ്പിയുണ്ട്, സായാഹ്ന ഭക്ഷണമുണ്ട്. ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇവിടുന്ന് കഴിച്ചിട്ടേ പോവുള്ളൂ. അപ്പൊ എന്തായാലും ഞങ്ങളുടെ വിശേഷങ്ങളാണ് ഇവിടെ കാണാൻ പോകുന്നത്. അപ്പൊ ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ എന്തായാലും നമസ്കാരം, വെൽക്കം ടു ജാങ്കോ സ്പേസ്. അപ്പൊ നമ്മുടെ ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇന്റർവ്യൂ ഒന്നും പറയാനൊന്നുമില്ല, നമ്മൾ കുറച്ചു നേരം വർത്താനം പറഞ്ഞേക്കാൻ പോവുകയാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ബിജുവേട്ടന്റെ വീടും പരിസരവും ഒക്കെ. ഭയങ്കര രസമുണ്ട് കേട്ടാ. ഫുൾ മരങ്ങള്. ഇവിടെ വന്നപ്പോഴേ ഒരു പ്രത്യേക സുഖമാണ്. നല്ല ശുദ്ധവായു ശ്വസിക്കുന്നതിന്റെ ഒരു ഫീൽ ഇവിടെ നമുക്ക് കിട്ടും. ഞങ്ങൾ ഇവിടെ താമസിച്ചാലോ എന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്. എന്തായാലും കൊള്ളാം ചേട്ടാ. എത്ര ഈ വീഡിയോ ഇപ്പൊ ഈ പ്രഭാതഭക്ഷണം, സായാഹ്ന ഭക്ഷണം ആൾക്കാർ വണ്ടിയിലൊക്കെ കയറുമ്പോൾ ചോദിക്കാറുണ്ടോ? വണ്ടിയിൽ എവിടെ പോയാലും, കേരളത്തിന്റെ ഏത് ജില്ലയിൽ ചെന്നാലും ആദ്യമേ ആൾക്കാര് നമ്മളിപ്പോ ഒരു കട ഭക്ഷണം കഴിക്കാൻ ചെന്നാലോ, ഇവിടെ കൊല്ലത്തൊക്കെ ഇങ്ങനെ സാമ്പ്രാണിക്കുടിയിലൊക്കെ ചെന്നപ്പോഴൊക്കെ അവിടെയൊക്കെ ഉണ്ടാക്കിയ ഒരു അനുഭവം ഭയങ്കരമായിരുന്നു. എന്താ പറയുക, ഓട്ടോറിക്ഷക്കാരും പോയി വള്ളത്തെ കയറിയപ്പോൾ അവിടെ എല്ലാവരും ചേട്ടാ പ്രഭാത ഭക്ഷണം ഇന്നതാണ് ചോദിക്കും, നിങ്ങൾ കഴിച്ചോ? വലിയൊരു സന്തോഷം. നിനക്ക് സ്കൂളിൽ ചെല്ലുമ്പോൾ എന്താണ് അവസ്ഥ? ഫാൻസ് കുറെ പേരുണ്ട്, എന്നാലും കളിയാക്കുന്നതിന് കുറെ പേരുണ്ട്. നീ മിച്ചർ എന്തായാലും ഇപ്പൊ കഴിച്ചായിരുന്നാ? മൊത്തം വെച്ച് കഴിച്ചിരുന്നു. തുറക്കടാ. നൈസായിട്ട് നീ വെറുതെ ഇല്ലല്ലോ ആ അടുക്കള വശത്തിൽ കൂടെ ഇറങ്ങി വന്നത്. ഞാൻ തൂത്തരാം. ഫാൻസ് ഒക്കെ ഉണ്ട്. ഫാൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മളെ കുറച്ചുപേര് നമ്മളെ കളിയാക്കുന്നവരുണ്ട്. നിങ്ങൾ ഇങ്ങനെ വീഡിയോ ചെയ്തിട്ട് എന്നാ പ്രയോജനം ഉള്ളതെന്നൊക്കെ. എന്നാ പ്രയോജനം എറണാകുളത്ത് ഞാൻ ഇതേ പിള്ളേരെയും കൂട്ടി ക്യാമറയും തൂക്കി ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വീഡിയോ എടുത്തതിന്റെ ഗുണമാണ്. ആരാ ചോദിച്ചാ പ്രയോജനം ഉണ്ടോന്ന്? പറഞ്ഞോ, ബാക്കി പറഞ്ഞു. അപ്പം അങ്ങനെ നമ്മൾ ഒരുപാട് പേര് കളിയാക്കാറുണ്ട്. അപ്പൊ ഞാൻ തിരിച്ചൊന്നും പറയാറില്ല. അപ്പൊ ഞങ്ങളെ എങ്ങനെ ചെയ്തോണ്ട് തന്നെ ഇരിക്കും. പിന്നെ കമന്റ് ബോക്സിൽ ഒരുപാട് നെഗറ്റീവ് വരും. അത് എന്താ അറിയാമോ കേട്ടാ, ഒരിക്കലും നിങ്ങളെ തെറി വിളിക്കുന്നതല്ല. അത്
അവരുടെ ഒരു ഫണ്ട് അതിലുണ്ടാക്കുന്ന ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചെക്കൻ അങ്ങനെ പറയും, ചെക്കൻ ഇങ്ങനെ പറയും. അത് അവരുടെ ഒരു തമാശ. അത് അവരെഴുതി ഇടുന്നത് കണ്ട് വായിച്ച് ചിരിക്കാൻ കുറെ ആൾക്കാർ വരുന്നു. അതിനൊരു കാരണക്കാര് നിങ്ങളാണ്. അത് ഒരിക്കലും നിങ്ങളെ വിളിക്കുന്ന തെറിയല്ല. അത് അവരുടെ ഒരു നേരം പോക്കിനായിട്ട് അവർ ഇടുന്ന. ഒരിക്കലും നിങ്ങളൊന്നും തെറി വിളിക്കാത്ത തോന്നൂല. അത് നമുക്കിത് കാണാൻ എല്ലാവർക്കും അറിയാലോ. നമ്മുടെ ഇവന്റെ ആൽബിന്റെ വിശേഷം കേൾക്കട്ടെ, എന്നിട്ട് പിള്ളേരൊക്കെ എന്ത് പറയും? അപ്പം അങ്ങനെ എന്നെ കുറെ പേര് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്, കുറെ പേര് കളിയാക്കാറുണ്ട്. അപ്പം ഞാൻ അങ്ങനെയൊന്നും പറയാറില്ല. അപ്പം എന്നോട് എല്ലാരും കുറെ പേര് ചോദിച്ചിട്ടുണ്ട് നിങ്ങക്ക് ഈ വീഡിയോ നിർത്താൻ മേലെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞത് അതെങ്ങനെ നിർത്തുന്നത്, ഞങ്ങള് ഇത്രം ഞങ്ങൾക്ക് 102K ഉണ്ട്, ഞങ്ങളെ ഇത്രം സപ്പോർട്ട് ചെയ്ത് ഞങ്ങളുടെ ആരാധകർ ഞങ്ങളെ ഇത്ര 102K എത്തിച്ചു, പിന്നെ എങ്ങനെയാ ഞങ്ങൾ നിർത്തുന്നതെന്ന് ഞാൻ ചോദിച്ചു. അപ്പം എന്നോട് പറഞ്ഞു നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തു. അപ്പൊ എന്നോട് ഒരു എന്റെ കൂടെ പഠിക്കുന്ന ഒരാള് തന്നെ എന്നോട് പറഞ്ഞു നിങ്ങളെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഞങ്ങളെ കുറെ പേര് എന്റെ ക്ലാസ്സിൽ പഠിക്കുന്നവര് തന്നെ ഞങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഈ കളിയാക്കൊന്നും നിങ്ങള് ഒന്നുമല്ല. നാട്ടിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും, പക്ഷെ ഇതിന് വെളിയിലോട്ട് ചെന്ന് കഴിയുമ്പോൾ പാലോട്ട് കഴിയുമ്പോൾ ഇവനെ കാണുമ്പോൾ ഒത്തിരി പേര് ഭയങ്കരമായ അന്വേഷണം. ഇത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം എറണാകുളം മറൈൻ ഡ്രൈവ് ഞങ്ങൾ കുറച്ചു നേരം ഞങ്ങൾ നിന്ന് കഴിഞ്ഞപ്പോൾ ഉള്ള കോളേജ് പിള്ളേർ എല്ലാവരും വന്ന് കൂടി ഫോട്ടോ എടുത്തു. തൃപ്പൂണിത്തറയിലെ ബസ് നിർത്തിയപ്പോ അവിടെ ബസിന്റെ സൈഡ് ഞങ്ങൾ ഇരിക്കുന്നുണ്ട്. എല്ലാവരും കൂടെ ബസിന്റെ ചുറ്റും കൂടി. അപ്പൊ ഈ നമ്മൾ സ്വന്തം നാട്ടിൽ, അത് ബൈബിളിൽ തന്നെ പറഞ്ഞല്ലോ, സ്വന്തം നാട്ടിൽ പ്രവാചകൻ പോലും അവഗണിക്കപ്പെടും. ഇവിടെ വിട്ട് കഴിയുമ്പോ നമുക്കൊരു സ്ഥാനം ആൾക്കാർ തരുന്നുണ്ട്. സ്വന്തം നാട്ടിലാകുമ്പോ അത് അങ്ങനെ ഏത് കലാകാരൻ. ഇപ്പൊ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇപ്പൊ ഞാൻ ഇവിടെ വന്നപ്പോ അവിടെ ജംഗ്ഷനിൽ നിങ്ങളെ കാര്യം ചോദിച്ചപ്പോ തന്നെ ചാടി പറഞ്ഞു. ഞാൻ പറഞ്ഞു വീഡിയോ ഒക്കെ ചെയ്യുന്ന ബിജു നമ്മളാള്, അവൻ നല്ലത് പറയുന്ന ആൾക്കാരുണ്ട് ഇവിടെ തന്നെ. എന്നെ ഇവിടെ നമ്മളിവിടെ വഴി കാണിച്ചു തന്ന ചേട്ടൻ, ആ ചേട്ടനൊക്കെ നിങ്ങളെ കുറിച്ച് നല്ലത് തന്നെയാ പറഞ്ഞത്. എന്നോട് നിങ്ങളുടെ കഥകളായിരുന്നു ഇവിടെ എത്തുന്നവരെ പറഞ്ഞോണ്ടിരുന്നത്. സ്കൂളിലാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത്. അപ്പം ഇവരൊക്കെ എല്ലാരും ചർച്ച ചെയ്യുന്നുണ്ട്. പിന്നെ നെഗറ്റീവ് പറയുന്നവരുണ്ടാവും. അതെന്താ വെച്ചാൽ ഒരാളുടെ വളർച്ച കണ്ടിട്ട് എനിക്ക് അത്ര എത്താൻ പറ്റുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുന്നവര് അവരിങ്ങനെ 2-3 വർഷം പോലും എടുത്തില്ല, പെട്ടെന്നായിരുന്നു 102Kയിലേക്ക് എത്തിയത്. അതുപോലെ തന്നെ ഈ സിനിമാ മേഖലയിലുള്ളവരെ ഞാൻ ജയസൂര്യ പോലും കഴിഞ്ഞ കോട്ടയം നിസ്സറക്കാരോട് പറഞ്ഞതാ പറഞ്ഞു ഈ ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ച്. ഇപ്പൊ ഞാൻ പറഞ്ഞ ഇതിപ്പോ ഈ പ്രമാദവർഷം ഈ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു കാര്യം പങ്കുവച്ചിരുന്നു. ഈ ഇടുക്കിയിലെ കട്ടപ്പനയിലുള്ള ഒരാളെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു രോഗിക്ക് കൂട്ട് നിൽക്കുക. പക്ഷെ ആ രോഗിയുടെ കിടപ്പ് കണ്ടുകൊണ്ട് ഇദ്ദേഹത്തിന് ഭക്ഷണം കഴിക്കാനായിട്ട് തോന്നുന്നില്ല. കാരണം ആ രോഗി കഴിക്കത്തില്ല, അതുകൊണ്ട് കൂട്ട് നിൽക്കുന്ന ആൾക്കും കഴിക്കാൻ പറ്റില്ല. പക്ഷെ ഓരോ ദിവസം ഫോണിൽ ഈ പ്രഭാതവർഷം കണ്ടു കഴിഞ്ഞപ്പോ ഇയാൾ സ്വയമേ ചിന്തിച്ചല്ല, നമ്മൾ ദുഃഖിച്ചിരുന്നിട്ട് കാര്യമില്ല, ഇവരിത് ആസ്വദിക്കുന്നുണ്ടല്ലോ, എന്നാ പിന്നെ നമുക്ക് തന്നെ ആസ്വദിക്കും. പുള്ളി 2 പെറോട്ടയും 1 മുട്ടയും അന്ന് ഒത്തിരി നാൾ കൂടി സന്തോഷത്തോടെ ഈ വീഡിയോ കണ്ടിട്ട് പോയി കഴിച്ചെന്ന് പറഞ്ഞു. അല്ല, ഒരു ആസ്വാദിച്ച് കഴിച്ചു കഴിഞ്ഞപ്പം അപ്പൊ ആ മനുഷ്യനുണ്ടായി പറഞ്ഞല്ലോ അതുവരെ ഭക്ഷണം പുള്ളി ഇങ്ങനെ കഴിക്കുന്നത്. എങ്കിൽ പോലും പുള്ളി പറയാതെ നിങ്ങളിങ്ങനെ സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കുന്നു, അത് രോഗിയാണ്, പക്ഷെ നമ്മളത് കിട്ടുന്ന ഭക്ഷണമല്ലേ, പ്രഭാത ഭക്ഷണമല്ലേ, അത് നമ്മളെന്തിനാ അത് നിരാശപ്പെട്ട് കഴിക്കുന്നത്. തീർച്ചയായിട്ടും അവര് പോയി കഴിച്ചായിട്ട് പുള്ളി കമന്റ് ബോക്സിൽ പുള്ളി എഴുതി. അതുപോലെയുള്ള ചേമ്പ് പുഴുങ്ങി കഴിച്ച കാര്യം പറഞ്ഞപ്പോ അനേകം പേര് വിദേശ രാജ്യങ്ങളുണ്ട്. ഞങ്ങൾ ഫ്ലാറ്റിലാണ് താമസിക്കുന്ന ചേട്ടാ, ഞങ്ങൾക്ക് ഇവിടെ ഒരു സാധനം കിട്ടാനില്ല, വീട്ടിൽ പണ്ടത്തെ, പക്ഷെ നിങ്ങളുടെ ഗ്രാമത്തെ പഴയകാല ഓർമ്മകളെ ഞങ്ങൾ തിരിച്ചു കൊണ്ടുവന്നു. നിങ്ങൾ മുളക് പൊട്ടിച്ച് കഴിക്കുന്നു, നിങ്ങൾ സന്തോഷിക്കുന്നു, നിങ്ങൾ പോയി കിടന്ന് ഉറങ്ങുന്നു, നിങ്ങൾ എന്നെ ഹാപ്പിയായി. ഇപ്പൊ നമ്മുടെ തൊപ്പിയൊക്കെ സ്ട്രീമിംഗിൽ പറയണ്ടായിരുന്നു, ഈ ലോകത്തിലെ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള മനുഷ്യൻ ഇയാളായിരിക്കും അല്ലേ പറഞ്ഞു. അവരൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പം എല്ലാവരും നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങളുടെ ആ ഒരു ശൈലിയില്, ഒരു നാടൻ ശൈലി, അത് എല്ലാവർക്കും. കാരണം പലരും ചേട്ടാ എന്തിനോ പറയും ഓടിക്കൊണ്ടിരിക്കുക എല്ലാവരും. അപ്പൊ അവർക്കൊരു യാന്ത്രികമായ ജീവിതത്തിൽ കൂടി പോവുക. അപ്പൊ ഈ സുഖങ്ങളൊക്കെ അങ്ങോട്ട് ഇല്ലാണ്ടായി പോയി പലരുടെയും. സ്കൂളിൽ പിള്ളേരൊക്കെ കളിയാക്കൊക്കെ ചെയ്യും. മഴ വരുന്നുണ്ട്, അകത്ത് നല്ല മാങ്ങാപ്പഴം ഇരിപ്പുണ്ട്, നമുക്ക് അവനെ ഒന്ന് കഴിക്കാം. വേണ്ട, നമുക്ക് 4 മണിക്കാപ്പ് കഴിക്കാം. നൈസായിട്ട് വലിഞ്ഞല്ലേ അതിന്റെ ഇടയിൽ കൂടി. എന്താ 4 മണിക്കാപ്പി? അന്ന് മഴയുണ്ട്, നമുക്കൊരു പണി തന്നെ, ചെറിയൊരു ഷോർട്ട് ബ്രേക്ക് എടുത്തിട്ട് 4 മണിക്കാപ്പി കുടിച്ചിട്ട് വരാം. ഓക്കെ, നമ്മുടെ ചേട്ടാ, ഞാനല്ലേ ഈ വീഡിയോ, നിങ്ങളുടെ വീഡിയോസ് കണ്ടു അന്ന് തൊട്ട്. എനിക്ക് മാത്രമല്ല ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാരും വിചാരിച്ചിട്ടുണ്ടാവും എപ്പോഴെങ്കിലും ഒരു ദിവസം അവരുടെ കൂടെ പോയി 4 മണിക്കാപ്പിയും പ്രഭാതോഷണവും സായാഹ്നോഷണവും ഒക്കെ കഴിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എല്ലാരും ചിന്തിച്ചിട്ടുണ്ടാവും. നിങ്ങൾ ഇടയ്ക്ക് ചക്കയൊക്കെ കൊടുത്ത് ഇങ്ങനെ കുടഞ്ഞിട്ട് കഴിക്കുമ്പോ ഞാൻ അറിയില്ലേ ചെണ്ടക്കപ്പ അല്ലടാ, ഇത് കാണുമ്പോ ഇങ്ങനെ ഒന്ന് കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പൊ അതെന്തായാലും സാധിച്ചു. നമ്മള് ഷൂട്ടിന് വന്നപ്പോ മഴ പെട്ടെന്ന് വന്നപ്പോഴാണ് ചേട്ടൻ പറഞ്ഞത് എന്തായാലും ഇപ്പൊ ഈ സമയമില്ല, അത് 4 മണിക്കാപ്പ് എടുക്കാന്ന് പറഞ്ഞപ്പോ തന്നെ എനിക്ക് അങ്ങോട്ട് സന്തോഷമായി. നിങ്ങൾ എല്ലാ ദിവസവും ഇവിടെ ഇരുന്നിട്ട് എല്ലാവരും ഞങ്ങൾ പല സ്ഥലങ്ങളിലേക്ക് പോയിരുന്ന് 4 മണിക്കാപ്പ് കഴിക്കാറുണ്ട്. ഏത്തക്കാപ്പൊളി മിച്ചറുവാ,
മലയാളികളുടെ ഒരു നാടൻ രീതി ഭക്ഷണം. ഇന്നത്തെ സ്പെഷ്യല് അതെ. ഒരു 4 മണിക്ക് ഇത് കുട്ടിച്ചൊരു മിച്ചർ കഴിക്കുക, ബോളി കഴിക്കുക, ഗ്ലാസ് ചായ കുടിക്കുക, പരസ്പരം വർത്താനമൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുക. നിങ്ങളുടെ കൂടെ വന്നപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് ഒത്തിരി സന്തോഷമായി. ഓക്കെ. അനേകം കൂട്ടുകാർ ഞങ്ങളോട് ചോദിക്കാറുണ്ട് ഞങ്ങൾ എപ്പോഴാ വരണ്ട, ഞങ്ങൾക്ക് നിങ്ങളുടെ കൂടെ ഇരുന്ന് കഴിക്കണം. അപ്പൊ അതൊക്കെ നമുക്ക് വലിയ സന്തോഷമല്ലേ. ഒരുപാട് ആൾക്കാർ കാണുമ്പോഴൊക്കെ വഴിയിലൊക്കെ കാണുമ്പോൾ 4 മണിക്കാപ്പി എന്നാ ഭൂരിഭാഗം പേരും ബസ്സാലൊക്കെ ചോദിക്കും ഇന്ന് പ്രഭാതവർഷം എന്നതാ 4 മണിക്കാപ്പി ഉണ്ടോ? ഓ അതൊക്കെ ചോദിക്കുമല്ലോ, അതേം പേര് ചോദിക്കാറുണ്ട്. പിന്നെ ചേട്ടാ എല്ലാവരും ഡൗട്ട് ഉണ്ട്, ചേട്ടൻ രാഷ്ട്രീയ പ്രവർത്തനാണ് എന്താണെന്നറിയില്ല, വെള്ളം വെള്ളിയിട്ട് രാവിലെ ആള് റെഡി ആയിരിക്കും. എന്താണ് എന്റെ ജോലി? രാഷ്ട്രീയ പ്രവർത്തകനൊന്നും അല്ല, ജോലി ഞാനൊരു സ്കൂളിന്റെ ഓഫീസ് സ്റ്റാഫാണ്. തൊട്ടടുത്തൊരു സ്കൂളിലാണ്, മറ്റേ ലിറ്റിൽ ഫ്ലവർ സ്കൂൾ ഓഫീസ് സ്റ്റാഫാണ്. അപ്പൊ നേരത്തെ പോലെ തന്നെ ഇത് ഈ ഒന്നാമത് നമ്മുടെ കളറും വ്യത്യാസം, പല കളറൊക്കെ കിട്ടുമ്പോൾ ആൾക്കാർക്ക് പല പേരുകളിലൊക്കെ നമ്മളിങ്ങനെ അറിയപ്പെടുമല്ലോ. ഒന്നാമത് ഇതിന്റെ ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് കരുതി വെള്ളം ഇട്ട് നോക്കിയേ ഉള്ളൂ. സ്കൂളിൽ ഇപ്പൊ പ്യൂണായിട്ടാണ് ചേട്ടൻ ജോലി ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് വെള്ളം ഈ കളർ ഇട്ടോണ്ട് പോകുമ്പോ ആൾക്കാർ അറിയപ്പെടുന്നു പറഞ്ഞാൽ എന്തുകൊണ്ടാണ്? അതെന്താണ് കളർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷേപ്പും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലം മുതലൊക്കെ ആൾക്കാർ ഇങ്ങനെ കാണുമ്പോഴൊക്കെ അവർക്ക് എന്തെങ്കിലും ഒരു തമാശകളൊക്കെ പറയണല്ലോ, ഇരട്ടപ്പേര് വിളിയും പരിപാടിയൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ എന്റെ പേരുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. എല്ലാവർക്കും കൂടെ എനിക്കും ഉണ്ടായിരുന്നു നാട്ടിലൊരു പേര്. എനിക്ക് ഒത്തിരിയേറെ പേരുകൾ ഉണ്ടായിരുന്നു. ഒന്നാം ഞാൻ ചെറുപ്പം അല്ലെങ്കിൽ ഈ തമാശ മിമിക്രി ആയിട്ട് സ്കൂളിലൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഉണ്ടായിരുന്നു, ചെറുപ്പകാലം മുതലേ ഉണ്ടായിരുന്നു. ഇപ്പോഴും നമ്മളിങ്ങനെ ഇടയ്ക്ക് സമയങ്ങളിൽ രോഗികൾക്കൊക്കെ ആയിട്ട്, ക്യാൻസർ പേഷ്യന്റുകൾക്കൊക്കെ പ്രത്യേകിച്ച് ജയിലറികളിൽ കിടക്കും, ജയിൽ സന്ദർശനം മിനിസ്ട്രി ഉണ്ട്. അപ്പൊ അവരുടെയൊക്കെ പോയി ജയിൽ പുള്ളികൾക്ക് വേണ്ടി സൗജന്യമായിട്ട് ഇങ്ങനെ പ്രോഗ്രാമുകൾ ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് ആശുപത്രി, ക്യാൻസറുകള്, മാനസിക ആശുപത്രികള്, അങ്ങനെയൊക്കെ ഇടയ്ക്ക് ഇവനെയും കൂട്ടി പോയി സന്ദർശിക്കാറുണ്ട്. സെലിബ്രിറ്റി ഇതൊക്കെ കണ്ട് പഠിക്കാനും മേഖലയിലേക്ക് ഇങ്ങനെയുള്ള ആൾക്കാര് ഒരു സ്ഥലത്ത് തന്നെയല്ല സുഖം കിട്ടുന്ന മറ്റു സ്ഥലങ്ങളിൽ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നുണ്ടെന്നൊക്കെ കാണിക്കാനൊക്കെ ആയിട്ട് നേരിട്ട് ചേട്ടൻ കൊണ്ടുപോകാറുണ്ട്. ഓക്കെ. നേരത്തെ നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ പേരിന്റെ ആയിരുന്നു. ആ പേരെന്തായിരുന്നു? പല പേരുകൾ നമുക്ക് കണ്ടുപോകാൻ പേരുകള് പല പേരുകളിൽ ഇങ്ങനെ അറിയപ്പെടാറുണ്ട്. പക്ഷെ അതൊക്കെ അതിപ്പോഴാണെങ്കിൽ പോലും അതെല്ലാം മാറി മറിഞ്ഞു. അപ്പൊ ഇപ്പൊ ആരും അങ്ങനെയൊന്നും പറയാറൊന്നുമില്ല. പക്ഷെ എന്നിരുന്നാലും നമ്മൾ അതൊരു നെഗറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കുന്നുണ്ട്. എല്ലാ നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കാറുള്ളൂ. അത് രസമല്ലേ നമുക്ക്. എന്നിരുന്നാലും ആൾക്കാർ ഇപ്പൊ ചോദിക്കാറുണ്ട് നിങ്ങൾ എങ്ങനെ ഇത്ര ആസ്വദിക്കുന്നേ, ഒരു ഭക്ഷണം കഴിക്കാൻ എങ്ങനെ ഇത്ര. പിന്നെ ഈ പ്രഭാത ഭക്ഷണത്തിനൊക്കെ എന്തിരിക്കും ഞങ്ങളും രാവിലെ കഴിക്കുന്നില്ല. പക്ഷെ അത് പറഞ്ഞ് അങ്ങനെയല്ല, അത് ഒന്ന് ആസ്വദിച്ച് കഴിച്ചു കഴിയുമ്പോൾ നമ്മൾ സംസാരിച്ചു വന്നത് റൂട്ട് മാറി അങ്ങ് പോയി വേറെ വഴിക്ക് നൈസായിട്ട് മാറ്റിക്കൊണ്ടുപോയി. ഓക്കെ, അത് നമുക്ക് അതെല്ലാം മാറ്റി വെക്കാം. ചേട്ടാ, ഈ നമ്മുടെ പ്രഭാത ഭക്ഷണത്തിന് അതിന് മുമ്പ് ഒരു കാര്യം, മിമിക്രി കാണിക്കുന്നു പറഞ്ഞില്ലേ, എന്തായിരുന്നു ചെറുപ്പത്തിലെ കാണിച്ചിരുന്നത്? അല്ല, മിമിക്രി എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളിങ്ങനെ ഈ ഒരു 10 മിനിറ്റ് കൊണ്ട് 10-12 സ്ഥലപ്പേരുകൾ ഇങ്ങനെ പറഞ്ഞു പോവുക, അങ്ങനെയുള്ള കുറെ ആൾക്കാർക്ക്. ഒരു എക്സാമ്പിൾ എന്താണ് ഒന്ന് പറഞ്ഞു തരൂ. നമുക്ക് സ്ഥലപ്പേര് സ്പീഡില് കേരളം എങ്ങനെ ഉണ്ടായെന്ന ഒരു സൂചനയാണ്. നമ്മൾ ഇടുക്കി ജില്ലയിൽ നമ്മൾ പെട്ടെന്ന് തുടങ്ങും. കട്ടപ്പനന്ന് കട്ടയം വാങ്ങി, തൊപ്പിപ്പാളയും തൊപ്പി വാങ്ങി, കൊച്ചു തോവാള കയറി, ഇരട്ടയാറ ഇന്ത്യക്ക്, തങ്കമണിക്കൊരു മണിയടിച്ച്, വാഴവര കയറി, രാമക്കര വിശ്വസിച്ച്, കാഞ്ചേരത്ത് കാഞ്ചി, സാരുവെങ്കിൽ എപ്പക്കടന്ന് വീട് പിടിച്ച്, മാട്ടുകട മടി പിടിച്ച്, ഏലപ്പാറ നേരം പിടിച്ച്, കുട്ടിക്കാരത്ത് കുട്ടി പിടിച്ച്, പെരുവന്താനം കയറി, മുണ്ടക്കയത്ത് നിന്ന് കൊണ്ടുപോയി കോരത്തോട്ട് കുളിച്ച്, ഇഞ്ചി വാങ്ങി, പൊരുവന്തം കയറുന്ന വടക്കമ്പള്ളി പാമ്പടിച്ചത്, പാമ്പന്റെ കളിക്കണ്ട്, നെടുമ്പ് കങ്ങനെ എടുത്ത് കോട്ടയിൽ കൊട്ടം പിടിച്ച്, ഏറ്റുമാനത്ത് മാൻ്റെ കളിക്കണ്ട്, അയർക്കൊന്നും കരങ്ങൾ ചേർന്ന് പാലാ കിടന്ന് ഇടപ്പാടി വന്ന് പാട്ടുപാടി പറഞ്ഞു പറഞ്ഞപ്പാലും നിൽക്കുന്ന എന്തെങ്കിലും പള്ളിക്കാണ് വാഗോളം റയ്യമ്മൽ വെള്ളം കൊണ്ടുവരും, പൂജാർന്ന് പതാമം നിൽക്കുന്നത്, മണിയൊന്നൂരി മണികളും ബാധിച്ച്, മലയിഞ്ചിപ്പറ അള്ളിപ്പിടിച്ച്, ചോറത്തിറങ്ങി പ്രസ്ഥാനം പ്രദർശനം, ജീരാറ്റോടെ നേട്ടമീൻ പിടിച്ച്, വെയിലാടാൻ തരണത് എമ്പത് തന്നെ കരുമ കരിമണി പൊരിത് പിടിച്ച് വാരി ജമ്മ വാങ്ങി, പിണ്ണാക്കേണ്ടത് പിണ്ണാക്ക് വാങ്ങി, ചേരുത്തോട് പിടിച്ച്, കാലഘട്ടത്തിന് കാല വാങ്ങി, കപ്പാട്ടത്ത് കപ്പ് വാങ്ങി, അടിവാരത്ത് മഞ്ഞപ്പള്ളി മഞ്ഞൾ വാങ്ങി, വെള്ളപ്പിൽ ഒരു ചാനക്കിൽ പോയി, ആനയുടെ മുതൽ കാഞ്ചേരിപ്പള്ളിക്ക് ചെറുക്കട എന്തെങ്കിലും മണിമല കുട്ടിക്ക് അരിമലി കൂപ്പിൾ വെച്ചിട്ട് കൊല്ലമുള്ള മുക്കൂട്ടറ ചാത്തന്തറ പമ്പാൽ ഉമ്മിക്കൊരു പുറത്തറ മാസം നലിങ്ങനെ വേരങ്ങനെ അന്തിനെ കളം ഉള്ളനാട് മറ്റക്കര കൊഴുവനാട് മുത്തലും എവിടെ പുറവൻരാമപുരം കൂത്താറിലും മോനിപ്പള്ളി മനക്കാട്ടുള്ള തേക്കടിക്കുള്ളി വണ്ടമ്പല് പാമ്പാറ് പാമ്പാട് ജമ്പപ്പാറ പൂപ്പാറ ആനപ്പാറ അയ്യപ്പാറ ശാന്തമ്പാറ രാജാക്കൻ രാജകുമാരി വെള്ളയാങ്കുടി അറക്കുളം മൂലമറം ചെറുതോലും മുരിക്കാശ്ശേരി ഉടുമ്പഞ്ചോട് നെടുങ്കണ്ട് നേരിമംഗലം മണപ്പുറം കോതമംഗലം മുട്ടങ്കല മൂവാറ്റ അങ്ങ് നീണ്ടു പോവുകയാണ്. അടിപൊളി. ഇവന്റെ ചിരി കൊണ്ട് എനിക്ക് ചിരി ചേട്ടാ അടിപൊളിയായിരുന്നു. ഇതൊക്കെ എങ്ങനെ കാണാതെ പഠിച്ചേ? നമ്മൾ ഓരോ ദിവസം ഇത് ചേട്ടൻ ഉണ്ടാക്കിയാണോ? ഞാൻ തന്നെ ഉണ്ടാക്കിയതാ. ഓരോ ഐറ്റംസ്, എല്ലാ ഐറ്റംസും നമ്മൾ തന്നെ ഉണ്ടാക്കുന്നു. എടാ, ഇതേപോലെ നിനക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? പറയടാ. ഞാൻ പഠിക്കുന്ന കാലത്ത് ഇപ്പൊ ഈ മിമിക്രി പരിപാടികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. നേരത്തെ നമ്മൾ ഉഗ്രം പെർഫോമൻസ് ചെയ്തു, ഞെട്ടി ഞങ്ങള്. പിന്നെ അതേപോലെ വേറെന്തൊരു സാധനം കൂടി ചെയ്യുന്നു പറഞ്ഞില്ലേ? നമ്മളെ ഈ നുണമത്സവം എന്ന് പറഞ്ഞൊരു ഐറ്റം ഉണ്ട്. ഇവിടെ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നടത്തുന്ന ഒരു വെറൈറ്റി മത്സരമാണ്. നമ്മളത് ഒത്തിരി സ്ഥലങ്ങളിൽ കളിച്ചാണ്. പ്രത്യേകിച്ച് നമ്മളതിങ്ങനെ ഈ
ജയിലിൽ കിടക്കുന്നവര്, മാനസിക രോഗികള്, ക്യാൻസർ പേഷ്യന്റുകള്, അവരെയൊക്കെ ചിരിപ്പിക്കാനായിട്ടാണ് നമ്മളിങ്ങനെ പോകുന്നത്. ഈ ആ ഒരു പരിപാടി ഭയങ്കരമായിട്ട് ആൾക്കാർക്ക് ഭയങ്കരമായ അനുഭവങ്ങളും ഒക്കെ പൂർണ്ണമായിട്ട് അങ്ങനെ അവരോടൊപ്പം ചെലവഴിക്കാൻ പറ്റുന്ന നമുക്ക് കിട്ടിയിരിക്കുന്ന കഴിവ് നമ്മൾ ആ മേഖലയിലേക്ക് തിരിച്ചു വിടുമ്പോൾ ഒത്തിരി അനുഭവങ്ങൾ നമുക്ക് കിട്ടാറുണ്ട്. ഓക്കെ, അതായത് ബിജുവേട്ടൻ ഈ മറ്റേ ക്യാൻസർ പേഷ്യൻസ് ഇങ്ങനെയുള്ള ആളുകളൊക്കെ അന്തേവാസികളൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ മോനെ കൊണ്ടുപോകുമ്പോൾ കുറെ പരിപാടികളൊക്കെ ചെയ്യും, അവരൊക്കെ ചിരിപ്പിക്കും അങ്ങനെയുള്ള. പിന്നെ ഇവരെ കൊണ്ടുപോകുന്നതൊക്കെ ഇങ്ങനെയും ജീവിതങ്ങൾ കാണിക്കാനാണ്. സഹജീവികളോടുള്ള കാര്യം അവരെല്ലാം ഉണ്ടാവണം. എന്നിട്ട് ആ നുണ മത്സരം എന്തായിരുന്നു? അവരെ ചിരിപ്പിക്കാൻ കാണിക്കുന്ന മത്സരം എന്തായിരുന്നു? 1947 ഓഗസ്റ്റ് മാസം 12-ാം തീയതി എഡ്യൂക്കേഷൻ സാരിക്കേഷൻ വെരിക്കേഷൻ എന്ന സംഘടനയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ അമേരിക്ക എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമം സന്ദർശിക്കുവാൻ എളിയവന് ഭാഗ്യമുണ്ടായി. തിരുവനന്തപുരത്ത് നിന്ന് കൃത്യം 10:30 എയർ ഇന്ത്യയുടെ വിമാനത്തിൽ കയറി ഞാൻ ആകാശത്ത് വെച്ച് കൊച്ചിൻ എക്സ്പ്രസ് ചാടിക്കയറി. കൃത്യം 1 മണിക്ക് തന്നെ ഞാൻ അമേരിക്ക എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലെത്തി. ഏതാണ്ട് 12.5 ഏക്കർ സ്ഥലത്ത് ഒതുങ്ങിക്കിടക്കുന്ന ഒരു കൊച്ചു ഗ്രാമമാണ് ഈ അമേരിക്ക എന്ന് പറയുക. അവിടെ ഇന്ന് ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് മലയാളിയുടെ 1 ഏക്കർ റബ്ബർ തോട്ടവും 2.5 ഏക്കർ കുരുമുളക് തോട്ടവുമാണ്. ഞാൻ അവിടെ ചെന്ന് റബ്ബർ തേട് ചുവട് പ്ലാറ്റ്ഫോം വെട്ടിയപ്പോൾ എന്റെ ശരീരം വേർപ്പിച്ചാല കുളിച്ചപ്പോൾ അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് ഒബാമയുടെ ഭാര്യ കുറച്ചു നേരം എന്നെ നോക്കി പറഞ്ഞു, ബിജു സാജിക്കേഷൻ ഓഫ് ദ ഐ ലവ് യു എന്ന്. രോമാഞ്ച കൊഞ്ചകത്താൽ ഞാനൊന്ന് പൊങ്ങിച്ചാടി. കേരളത്തിൽ ഒരു പെണ്ണ് പോലും പറയാൻ പറ്റാത്ത വാക്ക് ഒരു മുൻ പ്രസിഡന്റിന്റെ ഭാര്യ എന്നെ നോക്കി പറഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ടായി. അമേരിക്കയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമാണ് നയാഗര വെള്ളച്ചാട്ടം എന്ന് പറയാം. അതിന്റെ നടുക്ക് സന്തൂർ സോപ്പ് തേച്ചിരുന്നപ്പോൾ ഒരു മാതാമ്മയോട് ചോദിച്ചു, എക്സ്ക്യൂസ് മീ, ഏത് കോളേജിലാണ് പഠിക്കുന്നതെന്ന്. അമേരിക്കയിലെ ഏറ്റവും വലിയ പട്ടണമാണ് ന്യൂയോർക്ക് എന്ന് പറയുക. അതിന് മണ്ടക്കേറി ഇപ്പോൾ തിരുവനന്തപുരം പാളയംപള്ളിയുടെ കുരിശ് കാണാൻ പറ്റിയത് എനിക്ക് മറക്കാനാവാത്ത സംഭവമാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരകാലത്ത് ബിജു വഹിച്ച പങ്കിനെ കുറിച്ച് അമേരിക്കൻ ജനതയോട് പറയാമോ എന്ന് ഒബാമ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, 1920-28 കാലം ഞാനും മഹാത്മാഗാന്ധി, സോണിയാഗാന്ധി, സർദാർ വല്ലഭായ് പട്ടേലും ഡൽഹിയിലെ KK റൂട്ടിലൂടെ നടന്നു പോവുകയായിരുന്നു. പെട്ടെന്നൊരു ബ്രിട്ടീഷുകാരൻ ഗാന്ധിജിനെ വെടിവെക്കാൻ വന്നാലും ഗാന്ധിജിനെ മാറ്റി ആ വെടിയുണ്ട ഞാൻ എന്റെ കാലിൽ ഏൽക്കുകയാണ് ചെയ്തത്. അല്ലേ പണ്ടേ ഗാന്ധിജി നമുക്ക് നഷ്ടപ്പെടുമായിരുന്നു. ഇന്ത്യയുടെ ഭരണഘടന തയ്യാറാക്കി നിർത്ത ഡോക്ടർ അംബേദ്കർ ജവഹർലാൽ നെഹ്റുവോട് ചോദിച്ചു, എന്നെ സഹായിക്കാനുള്ള ചെറുപ്പക്കാരനെ ആവശ്യമാണെന്ന്. ജവഹർലാൽ നെഹ്റു പറഞ്ഞാൽ എന്തുകൊണ്ട് യോഗ്യൻ ചെമ്മൻമരുതുള്ള ബിച്ചു എന്നൊരു യുവാവാണെന്ന്. അങ്ങനെ ഞാൻ ഡോക്ടർ BR അംബേദ്കറുടെ ഇന്ത്യൻ പാർലമെന്റിൽ കയറി 18 വയസ്സുകാർക്ക് വോട്ട് കൊടുക്കണമെന്ന് ഞാൻ ശക്തമായിട്ട് വാദിക്കുകയും അദ്ദേഹം അത് ഭരണഘടനയിൽ എഴുതി ചേർക്കുകയും ചെയ്തു. 1924 മഹാത്മാഗാന്ധി കൽക്കട്ടയിൽ വിളിച്ചു ചേർത്ത വട്ടമേശ സമ്മേളനത്തിൽ വട്ടമേശ കിട്ടാൻ ചേർത്ത് കോട്ടയത്ത് നടത്തി കഞ്ഞിക്കുഴി പോയി വട്ടമേശ കൊണ്ട കൊടുത്തതും എന്റെ ജീവിതത്തിലെ മറക്കാനാവാത്ത സംഭവമാണ്. അമേരിക്കൻ ജനത ഇംഗ്ലീഷിൽ അഭിസംബോധന ചെയ്യാമോ എന്ന് ഒബാമ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, സാജിക് അമേരിക്ക ടുഡേ ഈരാറ്റുപേട്ട എബ്ലിക്കുപ്പിൽ എജക്സ് ഓഫ് ദ പാല എന്ന്. എന്റെ പ്രസംഗം കേട്ട അമേരിക്കക്കാർ ഒരേ സ്വരത്തിൽ ഗെറ്റൗട്ട് എന്ന് പറഞ്ഞപ്പോൾ എനിക്കുണ്ടായ സന്തോഷത്തിന് അതില്ലായിരുന്നു. തിരിച്ച് കേരളത്തിൽ വന്ന് ഞാൻ റബ്ബർ വെട്ടിൽ പാല യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റും വീട് തെറിപ്പിൽ ആലുവ എപ്പിൽ ഞാൻ MHD കുമ്മച്ചേരി പച്ചടി ബിരുദം നേടി ഞാൻ ലണ്ടൻ എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ അമേരിക്കൻ വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷിന്റെ ഗ്രാമർ പറഞ്ഞു കൊടുക്കുവാനായി കേരള സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം പോയി. ഒരു ഉച്ച സമയം ലണ്ടനിലെ കോൾഡ് സ്റ്റോറേജിൽ നിന്ന് കാക്കിലെ തക്കാളിക്കപ്പോഴും 1 കിലോ വെണ്ടയ്ക്കായും മേടിച്ച് പോകുമ്പോൾ ഒരു പെൺകുട്ടി എന്നെ കയറി മുട്ടി. ഞാൻ തിരിഞ്ഞു നോക്കിയത് ഇത് കേരളമല്ല ലണ്ടനാണ്. എങ്കിലും അവരുടെ 14 പല്ലുകൾ എന്നെ ആകർഷിച്ചു. രാത്രിയുടെ യാമങ്ങളിൽ ഞാൻ ആ പല്ലുകൾ സ്വപ്നം കണ്ടു. പക്ഷെ ഞാൻ ഓർത്ത് ഞാനവിടെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാനാണല്ലോ വന്നത്. പിറ്റേ ഉച്ച സമയം ഞാൻ വിദ്യാർത്ഥികൾ ഗ്രാമർ പറഞ്ഞു കൊടുക്കൊണ്ട് പെൺകുട്ടി കാറിക്കൊണ്ട് കോളേജിൽ വന്നു. എനിക്ക് ബിജുവിനെ കാണണം. പ്രിൻസിപ്പൾ പറഞ്ഞു, കുട്ടി അദ്ദേഹം വിദ്യാർത്ഥികളെ പഠിപ്പിക്കുകയല്ലേ. പക്ഷെ അവരുടെ കാറച്ച് ഒച്ചത്തിലായി. ഇതേ ഘട്ടം ഞാൻ 1ാമത്തെ നിലയിൽ നിന്ന് ചാടി താഴത്തെ നിലയിലെത്തി. മുട്ടപ്പം പാവാടയും വിട്ട് നിൽക്കുന്ന അവളെ കണ്ടപ്പോൾ ഞാൻ ഐസക് ന്യൂട്ടന്റെ സിദ്ധാന്തം പറഞ്ഞു. ഉടനെ അവളെന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ബിജു, നീ എന്നെ ഉപേക്ഷിക്കരുത്, ഞാനാണ് ഡയാന രാജകുമാരി എന്ന്. എനിക്കുണ്ടായ സന്തോഷത്തിന് അതില്ലായിരുന്നു. ഡയാന എന്നെ പ്രേമിക്കൂ. പിന്നെ ഞാനും ഡയാനയെ ലണ്ടനിലൂടെ പാറി നടന്നു. ഞാനെഴുതിയ പുസ്തകമായ അനീതിപ്രാവ് 4 കെട്ട് 6-ാം തമ്പുരാൻ ചന്ദ്രലേഖ അവിടെ എല്ലാവരും വായിക്കുന്ന കണ്ടപ്പോൾ സന്തോഷമുണ്ടായി. ഒരിക്കൽ അവൾ എന്റെ മാറിച്ചാരും പറഞ്ഞു, ബിജു, നീ എനിക്കൊരു പാട്ട് എഴുതാമോ? ഉടനെ റെയ്നോൾസിന്റെ പേന എടുത്ത് ഞാൻ എഴുതി, ഓ പ്രിയേ എൻ പ്രാണനിൽ ഒഴുകും ഗാനം എന്ന്. ഡയാനെ ഞാൻ മലയാളം പഠിപ്പിക്കാൻ തീരുമാനിച്ചു. എന്റെ കർള എന്ന് വിളിച്ചപ്പോൾ ഡയാന മലയാളത്തിൽ എന്റെ പതപ്പ എന്ന് പറഞ്ഞത് എനിക്ക് മറക്കാനാവാത്ത സംഭവമാണ്. ഒരിക്കൽ ഡയാന എന്നോട് ചോദിച്ചു, ബിജു, നീ എലിസബത്ത് രാജ്ഞിയുടെ കൊട്ടാരം കാണാൻ വരുമോ? ഞാൻ ചെന്നു. 2 കുളിമുറിയും ഒരു കക്കൂസും ഒരു സിറ്റൗട്ടും അടങ്ങുന്നതാണ് എലിസബത്ത് രാജ്ഞിയുടെ കൊട്ടാരം എന്ന് പറയുക. രാജ്ഞി എന്നെ കണ്ട അവിടെ ഇംഗ്ലീഷിൽ പൊട്ടിക്കരിഞ്ഞു. ഞാൻ മലയാളത്തിലും കഴിഞ്ഞു. തിരിച്ച് ഞാൻ തിരുവനന്തപുരത്ത് വന്ന് വിമാനം ഇറങ്ങിയപ്പോഴാണ് ഫോൺ കോൾ വരുന്നത്. ഡയാനയുടെ മരണം എന്നെ അലട്ടിയത്. ഞാൻ പാലായിൽ നിന്ന് ഒരു ഓട്ടോറിക്ഷയും പിടിച്ച് ലണ്ടനിലെത്തി. എന്നെ കണ്ടപാടെ ബ്രിട്ടീഷുകാർ വിളിച്ചു പറഞ്ഞു, ബിജു രാജകുമാരൻ നീണാൾ വാഴട്ടെ, ബിജു രാജകുമാരൻ വിജയിക്കട്ടെ എന്ന്. പക്ഷെ എന്റെ മനസ്സിൽ എന്റെ ഡയാനയുടെ ശവം മാത്രമായിരുന്നു. 500 പോലീസുകാരും 800 പട്ടാളക്കാരുടെ നടുവിൽ ഞാൻ ദുഃഖത്തോടെ നിന്ന്. ബ്രിട്ടീഷുകാർ അവരുടെ മരണപ്പാട്ട് പാടി മുക്കാപ്പുല ഓ ലൈല എന്ന്. എന്റെ ഡയാനയുടെ പ്രേമം ആസ്പദമാക്കി ഞാൻ 3 ആത്മകഥ എഴുതി. അതിന്റെ പേരാണ് മണമുള്ള റബ്ബർ ചണ്ടി, മൊസൈക്ക് ഇൻ ദ മാർബിൾ ഇൻ ദ മെറ്റക്കുഷർ. മുൻ പ്രധാനമന്ത്രി ശ്രീ ദേവഗൌഡ, ശ്രീ വാജ്പേയി, ശ്രീ ഗുജറാത്ത് തുടങ്ങിയവരൊക്കെ എന്റെ ആത്മകഥ വായിക്കുകയും എന്നെ അനുശോചനം അറിയിക്കുകയും ചെയ്തു. നന്ദി.
ഞാൻ പറഞ്ഞു ഇതൊരു നുണയാ. രാജകുമാരി മാറിലോട്ട് ചായന്നപ്പോ ചേച്ചി ചരവായിട്ട് വന്നതാ. ഞാൻ കണ്ണൂർ കളിച്ചപ്പോ പോയത്. അത് നമ്മൾ നുണ പോലെ തോന്നുന്നു ആൾക്കാർക്ക്. പക്ഷെ ഒരു സംഭവം ഓട്ടോമാറ്റിക് ആയിട്ട് നടന്നതുപോലെയും എന്നാൽ ഇതൊരു നുണയാണ് തന്നെ. പക്ഷെ ആൾക്കാർക്ക് നുണയായിട്ട് തോന്നത്തുമില്ല. അങ്ങനെയല്ല ഒരു സംഭവം നടന്നു പോലെ വളരെ സീരിയസ് ആയിട്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയതാ. നിനക്ക് ഇത്ര കഴിവൊന്നുമില്ല. ഇതെന്തെങ്കിലും ചെയ്യാറുണ്ടോ അതുപോലെ? പാട്ടോ പാട്ട് പാടാറില്ലേ ബിജുവേട്ടൻ? ഇല്ല, ഞങ്ങൾ രണ്ടും പാടാറില്ല അങ്ങനെ. ഏതാ പാടാത്തെ? അതുകൂടി ട്രൈ ചെയ്യും. ഓക്കെ, എന്തായാലും ഇതായാലും കൊള്ളാം. ഇത് ശരിക്കും മറ്റുള്ളവർക്ക് ഇങ്ങനെ ഈ ദുരിതാനുഭവിക്കുന്നവർക്ക് കാണുമ്പോഴേ പ്രത്യേകിച്ച് ഞാൻ ജയിലിൽ സന്ദർശിക്കാൻ പറഞ്ഞു, ജയിൽ മിനിസ്റ്റർ. അപ്പം പലതരത്തിലുള്ള കുറ്റവാളികൾ അവിടെ ഉണ്ടാവുമല്ലോ. അവരെ എല്ലാരും കൂടെ ജയിലിൽ നിന്ന് ഇറങ്ങി ചമ്പറം പൊടി ഇരുത്തും. പക്ഷെ നമ്മളിങ്ങനെ ഇത് പറഞ്ഞ പൊട്ടി ഭയങ്കരമായ ഒരു അവര് പോയി ചിരിക്കുകയും അവർക്കൊരു ഇതുവരെ ചിരിക്കാത്ത പല കുറ്റവാളികൾ ഉണ്ടെങ്കിൽ പോലും കുറെ നേരം കഴിയുമ്പോൾ അറിയാതെ അവരും ചിരിച്ചു പോകും. പക്ഷെ അത് നമുക്ക് വലിയൊരു അനുഭവം. നമ്മളൊരു 10,000-കണക്കിന് ആൾക്കാരെ സ്റ്റേജിൽ വെച്ച് ചിരിപ്പിക്കുന്നതിനേക്കാളും ഉള്ളിൽ സംഘർഷാവസ്ഥ ഇരിക്കുന്ന ഒരാളെ ചിരിപ്പിക്കാൻ പറ്റി. അതൊരു വലിയ അനുഭവമായിട്ട് ഇറങ്ങുന്നുണ്ടോ? അതിങ്ങനെ ഒരു ചെറിയ ഒരു പോലെയുള്ളു. പക്ഷെ അങ്ങനെ വലിയ കോടയില്ല, ചെറിയൊരു മങ്ങലുണ്ടല്ലേ. മൊത്തത്തിലൊരു പ്രകൃതിയൊക്കെ മരങ്ങളുടെ ഇടയിലൊക്കെ ഒരു പുകമയം വന്നിട്ടുണ്ട് ഇങ്ങനെ പെയ്യുന്നതിന്റെ. ഓക്കെ ചേട്ടാ, ഇനി അതേപോലെ തന്നെ ഇപ്പൊ ഇവനെ എന്താക്കുന്നതാണ് ആഗ്രഹം? ഇവന് അവന്റെ ആഗ്രഹം എന്താണോ അത്. പക്ഷെ അതുപോലെ മുന്നോട്ട് പോട്ടെന്നുള്ള കാര്യം. പക്ഷെ അവൻ എല്ലാ കാര്യങ്ങളിലും വളരെ ആക്റ്റീവ്. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വലിയ പഠനത്തിനൊക്കെ വെച്ച് പുറകോട്ടാണെങ്കിൽ പോലും ഞാൻ പറഞ്ഞ സമൂഹത്തിനോടൊരു പ്രതിബദ്ധത ഉണ്ട്. സഹായിയാണ്. ഒരാൾക്കൊരു ആവശ്യം വന്നാൽ അവനെ സഹായിക്കാം. അല്ലെങ്കിൽ ഒരു രോഗിയെ സന്ദർശനത്തിന് പോകുമ്പോൾ ഇവിടെ ഈ പ്രദേശത്ത് ആരെങ്കിലും ഒക്കെ മരിച്ചാല് അവിടെ പോയി ഞാൻ പിന്നെ പോയി കൊണ്ട് കാണിച്ചപ്പോ ഞാൻ പറഞ്ഞ അങ്ങനെ പല പിള്ളേർ ഇത്തരം കാര്യങ്ങളൊക്കെ മാറി നിൽക്കുന്നത്. ഇവൻ ഇറങ്ങി ചെല്ലും ഹെൽപ്പ് ചെയ്യാനൊക്കെ. എടാ, ഒരു പാഠപുസ്തകത്തിലും പഠിച്ചാൽ കിട്ടാത്ത സിലബസ് ആണ് നിന്റെ അച്ഛൻ്റെ നിന്ന് നീ പഠിക്കുന്നത്. ഇത് മതി നിനക്ക് ലോകത്തെ എവിടെ പോലും ജീവിക്കാൻ. കേട്ടാ, പഠിക്കാൻ പുറകോട്ടാന്നുള്ള വിഷമം ശ്രമിക്കുക. പറ്റിയില്ലെങ്കിൽ അതിനെക്കാട്ടും വലിയ സിലബസ് നീ പഠിച്ചോണ്ടിരിക്കുന്നത്. നീ രക്ഷപ്പെടൂടാ, നീ എവിടെ പോവാനല്ലാണ്ട്. പിന്നെ അതിനേക്കാൾ ഉപരിയായിട്ട് ഒരു വ്യക്തമായിട്ടുള്ള ഒരു പ്രാർത്ഥന. വെളുപ്പിന് 3:30 കഴിഞ്ഞിട്ട് ഒരു ദിവസം പോലും എനിക്കറിയണ്ട. നിങ്ങൾ വെളുപ്പിന് എത്ര മണിക്ക് എഴുന്നേക്കും? 3:30-4 മണിക്ക് എഴുന്നേക്കോ? എന്നിട്ട് എന്താ പരിപാടി? അല്ല, അത് കഴിഞ്ഞ് ഞാൻ ഉടൻ തന്നെ 4:30 നമ്മളെ പള്ളിയിലേക്ക് പോകും. കുർബാനയില് മോനെന്ത് ചെയ്യും? ഇവന്റെ അടുത്ത് TV കാണുമെന്ന് തോന്നുന്നു. വെളുപ്പിന് 3:30 എഴുന്നിട്ട് ഉറങ്ങാൻ പോകണ്ട എത്ര നേരം? ഇവന് ഫുട്ബോളും പിന്നെ ഓണാവും. എഴുന്നിട്ട് ഇപ്പൊ വേൾഡ് കപ്പ് നടക്കുന്ന ഏതാ ടീം? അർജന്റീന. ഇന്നത്തെ കളി കണ്ടോ രാവിലെ? കണ്ടായിരുന്നു. ഓക്കെ, എന്നിട്ട് 3:30 ചേട്ടാ പള്ളിയിൽ പോയി തിരിച്ചു വരും. എത്ര മണിക്ക് വരും? ഞാൻ പിന്നെ വൈകിട്ട് 7:00 വരുള്ളൂ. രാവിലെ പോയിട്ടോ? രാവിലെ പിന്നെ ആ വഴി സ്കൂളിലേക്ക് പോകും. സ്കൂളിലോട്ട് പോകും. അപ്പൊ ഈ പ്രഭാതോഷണം കഴിക്കുന്ന എപ്പോഴാണ്? പ്രഭാതോഷണം ഞാൻ ഇവിടുന്ന് കൊണ്ടുവരും. അത് ഞാൻ സ്കൂളിന്റെ അവിടെ വെച്ച് കഴിക്കുന്നത്. ഇവിടെ ഉള്ള ടൈമിൽ ഞായറാഴ്ച ദിവസമൊക്കെ ഇവിടെ ശനി ഞായർ ഇവിടെ വെച്ച് കഴിക്കും. എന്നാലും ഒരു ദിവസം കണ്ടില്ലെങ്കിൽ പോലും ആൾക്കാർ ചോദിച്ചു ഇന്നെന്താന്ന് കഴിക്കാത്ത എന്നാ. ഈ ചെണ്ടക്കപ്പ എവിടെ നിന്നാണ് മേടിക്കുന്നത്? കപ്പ നമ്മുടെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. വീടുകളിൽ എല്ലാം ഉണ്ട്. ചേട്ടാ, സാധാരണ കപ്പയും ചെണ്ടക്കപ്പയും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടോ? സാധാരണ കപ്പ അല്ല, ഇത് നമ്മൾ പച്ചക്കപ്പ തോല് പൊളിച്ചത് നമ്മൾ തികത്തി എടുക്കുക. എന്നിട്ട് അതിൻ്റെ കൂടെ കീറിയിട്ട് കുറച്ച് മുളകും ഇച്ചിരി തൈരും മോരും ഇട്ടിട്ട് മുളക് മുക്കി കഴിക്കുമ്പോൾ നല്ലൊരു സുഖമാണ്. പിന്നെ മുളകിലൊടിച്ചിട്ട് തൈരൊക്കെ ഒഴിച്ച് ഇളക്കിയിട്ട് മുക്കി കഴിക്കുമ്പോൾ നല്ല രുചിയാ. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ വീഡിയോ ഉണ്ടായിരുന്നു. ഞങ്ങള് കപ്പ അടുപ്പിലിട്ട് ചുട്ടിട്ട് കുടിമീനും കൂടെ അടുപ്പിലിട്ട് ചുട്ടു അടുപ്പില്. എന്നിട്ട് അത് രണ്ടും കൂടെ ഞുള്ളി കൂട്ടി കപ്പ വന്നത്. പക്ഷെ അത് ഒരു കണ്ടമാന സ്ഥലത്തുനിന്ന് ആൾക്കാർ വിളിച്ചു. ചേട്ടാ, പണ്ട് പഞ്ഞവും പട്ടനും ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു സംഭവം. ഇപ്പൊ ഓടിച്ചിട്ട് അടുപ്പിലിട്ട് ചുട്ടു. അതിലൂടെ കപ്പയും കൂടെ ഇട്ട് ചുട്ടു. എന്നിട്ട് അതെല്ലാം കൂടി എടുത്തിട്ട് കഴിക്കും. അതൊരു സാധാ. അയ്യോ, ഇതൊക്കെ കഴിക്കാൻ തോന്നുന്നേടാ. ഞാനിവിടെ ഇവിടെ വീഡിയോ എല്ലാം മടക്കി കൊടുക്കാണ്ട. ഞാൻ ഇവിടെ നിന്ന് വർക്ക് ചെയ്യാൻ പോവാ. പിന്നെ ഇവിടുത്തെ അപ്പയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാ? ചെണ്ടക്കപ്പയും മുളകാണ്. നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം? ചെണ്ടക്കപ്പയും മുളക്. രണ്ടുപേർക്ക് അത് തന്നെയാണ്. നീ മാങ്ങാന്ന് കേൾക്കുമ്പോ നീ എന്താ പേടിക്കണേ? അന്ന് ആ വീഡിയോ ഭയങ്കര അതിന്റെ ഇതെന്ന് പറഞ്ഞിട്ടാണ് കമന്റുകൾ കംപ്ലീറ്റ്. അത് കൊറേ കമന്റ്. അത് സത്യത്തിൽ മാങ്ങ പുളി ഉണ്ടായിരുന്നോ? ഇല്ല, അത് അതിന്റെ അകത്ത് ഞാൻ അങ്ങനെ ചെയ്തതാ. പക്ഷെ അത് ആൾക്കാർ വിചാരിച്ച് ഭയങ്കര ഇതായി പോയി. അതുകൊണ്ട് അത് ഇട്ട് തന്നെ കൊറേ പേര് ഒന്നും എല്ലാം നെഗറ്റീവ് തന്നെ. അത് നെഗറ്റീവ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അത് നിങ്ങളെ ചെയ്ത് വിളിക്കുന്നതല്ല ഒരിക്കലും. അത് ആൾക്കാർക്ക് ഒരു ഫൺ
കമന്റ് എഴുതാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തേക്കുന്നത്. അപ്പൊ അവര് ഒരിക്കലും നിങ്ങളല്ല, ആ സന്ദർഭം വെച്ചുകൊണ്ട് അവരവരുടെ ഫലിതം മിക്സ് ചെയ്തിട്ടുള്ള കമന്റുകൾ എഴുതിയിട്ടോണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മള് വൈകുന്നേരം കഞ്ഞി കുടിക്കായിരുന്നു. കഞ്ഞി ഈ അടിച്ചു പറയുന്ന സാധനം ഇപ്പൊ പണ്ടൊന്നും ഇപ്പൊ ആരും ഉപയോഗിക്കാമല്ലോ. അതിനകത്ത് മുളകും പൊട്ടിച്ച് ഉള്ളിയും കുട്ടി കൊണ്ട് അപ്പൊ അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഒരാള് കുവൈറ്റിലുള്ള ഒരാൾ എഴുതി, എന്റെ അമ്മ ഭാര്യയുടെ പ്രസവം ബന്ധപ്പെട്ട് ഇവിടെ വന്ന അമ്മ ഈ വീഡിയോ അമ്മയുടെ കണ്ണ് പറഞ്ഞിട്ടുണ്ട്. പണ്ട് അമ്മ ഞങ്ങൾ ചേട്ടന്മാർ 4 പേരുള്ളപ്പോ ഇങ്ങനെ ഇതൊക്കെ പൊട്ടിച്ച് മുളക് പൊട്ടിച്ച് കുറണ്ടിപ്പല്ലിക്ക ഇരുന്നാ കഴിച്ചോണ്ടിരുന്നത്. ഈ ഫ്ലാറ്റ് ആകുമ്പോൾ ഞാൻ ചാലവും ഭാര്യ വരും അങ്ങനെ ഒരു മുറിയിൽ ഈ അമ്മ ഇരിക്കാം. അമ്മ ഈ വീഡിയോ കണ്ടപ്പോ അമ്മ കുറെ നേരം ഇരുന്ന് ഈ വീഡിയോ കണ്ടെന്ന് പറഞ്ഞു. നിങ്ങള് പരസ്പരം മുഖത്തോട്ട് പോകുമ്പോൾ നോക്കി ഭാര്യയും പിള്ളേരും അമ്മയെ സംബന്ധിച്ച് അമ്മയ്ക്ക് അത് ഭയങ്കര ഒരു വളർത്തിന്ന് പറഞ്ഞു. ഒരു ഉണർത്തിന്ന് പറഞ്ഞു. ഞാൻ നാട്ടിലിരിക്കുന്ന പോലെ ഞാൻ പണ്ട് എന്റെ മക്കളെ ഇങ്ങനെ വളർത്തിയതായാലും ഞാൻ പറഞ്ഞ കുറെ പേര് എറിയും. പക്ഷെ കുറെ പേര് എറിയുമ്പോൾ മറുവശത്ത് കുറെ പേർക്ക് ഇതൊരു പല കാര്യങ്ങളെ കൊണ്ടും പ്രചോദനമാകാം. തീർച്ചയായിട്ടും. ഇപ്പൊ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഈ ഭക്ഷണ രീതികൾ ഇവിടെയുള്ള വീടുകളിലൊക്കെ അങ്ങനെയാണോ, അല്ലെങ്കിൽ ചേട്ടൻ മാത്രമാണോ? ഇവിടെ എല്ലാവരും ഇതുപോലെയൊക്കെ തന്നെയാണ് കഴിക്കുന്നത്. ആ ഒരു പാരമ്പര്യം നിലനിർത്തി കഴിച്ചു. ഇതിപ്പോ ബിജുവേട്ടൻ കഴിച്ചേക്കുന്ന ഒരിക്കലും എന്തായാലും ബിജുവേട്ടന്റെ അച്ഛനമ്മമാര് അവര് നമുക്ക് തന്നിട്ടുള്ള ഒരു കാലത്ത് ഒരു പട്ടിണിയും പരിവട്ടം ഒക്കെ ഉള്ള ഒരു കാലത്ത് എല്ലാവരും കഴിക്കുന്ന ഒരു ഭക്ഷണമായിരുന്നു. അതെ, പക്ഷെ ഇവര് ഇപ്പൊ ഈ പുതിയ തലമുറപ്പെട്ട് ഇവനെ പോലെ ഉള്ളവരൊന്നും ഇത് കണ്ടിട്ടില്ലെങ്കിൽ അത് ഇതൊന്ന് മനസ്സിലാക്കണം. അല്ല ഇങ്ങനെ ഒരു സംഭവം ബാലികാലി ഇങ്ങനെ എനിക്കുണ്ടായിരുന്ന ബാലികാലി ഇങ്ങനെ ഉണ്ടായിരുന്നു. അതെ, സാധാരണ പിള്ളേരോട് എന്താണ് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് എന്ന് പറയുമ്പോൾ ബർഗറും സാൻഡ്വിച്ചും പറയുന്ന സ്ഥലത്ത് ഇവരോട് എന്താ വെച്ചപ്പോ ചെണ്ടക്കപ്പയും ചമ്മന്തിയാന്ന് പറഞ്ഞേ. എടാ അടിപൊളി, എടാ അതൊക്കെ എന്താ അറിയാമോ, ജീവിക്കുന്നത് മരണം വരെ നിനക്ക് നടന്ന് ജീവിക്കാം, ബാക്കി എല്ലാവരും ഇഴഞ്ഞ് ജീവിക്കും. അതാണ് അവസ്ഥ. എല്ലാവരും അങ്ങനെയാണ്. ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം നിലനിർത്തുന്ന ഏറ്റവും വലിയ കാര്യമല്ലേ. സമയത്ത് ഞങ്ങളിങ്ങനെ കിലോമീറ്ററോളം ഇങ്ങനെ നടക്കും. വഴിയെ പോകുന്ന എല്ലാവരുമായിട്ട് വർത്താനം എല്ലാം പറഞ്ഞ് ഇങ്ങനെ കുറെ നാൾ തിരിച്ചു വരും. ഞങ്ങൾ ഇപ്പൊ എനിക്ക് ഇരുചക്രവാഹനം അറിയത്തില്ല, ഞാൻ ഓടിച്ചിട്ടില്ല ഇതുവരെ. നടന്നാ പോന്നെ. അപ്പം ഇവന് സൈക്കിൾ ഓടിക്കാൻ അറിയാം. എനിക്കിപ്പോ ഇങ്ങനെ നമ്മളിപ്പോ പോകുമ്പോ ഒരു 100 പേരെ കണ്ട് വർത്താനം പറയുമ്പോൾ വലിയൊരു വൈകുന്നേരം ആകുമ്പോൾ വലിയ സന്തോഷം. 100 ഈ വണ്ടിയിലും ബൈക്കിലും പോയി ആരും ഒരു 100 പേരെ കണ്ട് പല രീതിയിലുള്ള ആൾക്കാരാണോ. അവരുടെ കാര്യം എന്താണെന്ന് സുഖമായിട്ട് നമുക്കും ഒരു സംതൃപ്തി, അവർക്കും ഒരു സംതൃപ്തി. വൈകുന്നേരം കിടക്കുമ്പോൾ നമ്മൾ പുറകോട്ട് തിരിച്ചു പോകും. ഇനി ഞാൻ രാവിലെ തൊട്ട് 100 പേരെ കണ്ടു, വർത്താനം പറഞ്ഞു. അതൊരു വലിയ പിന്നെ ഏറ്റവും വലിയൊരു കാര്യമില്ല. നമ്മള് ജനിച്ചിട്ട് മരിക്കുന്നവരെ നമ്മളിവിടെ ജീവിച്ചതിന് ഒരു അർത്ഥം ഉണ്ടല്ലോ. എന്തോരം ആൾക്കാരെ നമ്മൾ ഒരു പരിചയമില്ലാത്ത ആൾക്കാർ വന്ന് ചേട്ടനോടൊന്ന് സംസാരിക്കുന്നു. ഞങ്ങളിങ്ങനെ ഇരിക്കുമ്പോ ചുമ്മാ ഇങ്ങനെ നടക്കാൻ പോകുന്നു എല്ലാവരും. അത് ജീവനോട് ചോദിക്കട്ടെ, എടാ നിനക്ക് ഞാൻ എടാന്ന് വിളിക്കുന്ന എന്റെ അനിയനായിട്ട് ഞാൻ കണ്ടോണ്ടാട്ടാ. നോക്ക് ആൽവി, നീ എന്താവാനാണ് മോൻ ആഗ്രഹം? അത് അങ്ങനെ ഞാൻ ഈ ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്നുണ്ട്. എനിക്കൊരു ഫുട്ബോൾ കളിക്കാരനാണ് ഇപ്പോഴും പറയുന്നേ. ഇവനെ കോട്ടയം നസീർക്കല്ലേ സിനിമയിൽ വിളിച്ചത്? 10-40 ദിവസത്തെ ഒരു റോൾ ചെയ്യാൻ വേണ്ടി സിനിമയിൽ വിളിച്ചു. പക്ഷെ നെന്മാറയിലായതുകൊണ്ടും പിന്നെ ഇവിടുന്ന് നിങ്ങൾക്ക് അവിടെ എത്താനുള്ള ബുദ്ധിമുട്ടുകൾ അതിന്റെ ഒരു കുറച്ച് പരിമിതി ഉണ്ട്. അതുകൊണ്ടും മാത്രം പോകാൻ പറ്റിയില്ല അല്ലേ? സമയമാവട്ടടാ, നിങ്ങൾക്ക് അടുത്ത ഓഫറുകൾ ഇനിയും വരും കേട്ടാ. അപ്പയ്ക്ക് മോൻ വലുതായി കഴിയുമ്പോ എന്ത് ചെയ്തു കൊടുക്കണം എന്ന് ആഗ്രഹം? അത് ഇങ്ങനെ ഇപ്പൊ എന്നെ ഈ പഠിപ്പിച്ചിട്ടുള്ള കാര്യം പോലെ എനിക്ക് ഇതിൽ നിന്ന് കുറെ അനുഭവങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ജയില് സന്ദർശിക്കാൻ പോയതും, ഇങ്ങനെ ആശുപത്രിയിലെ രോഗികളെ സന്ദർശിക്കാൻ പോയതും, പിന്നെ ഓരോ മരിച്ച വീട്ടിൽ കൂടെ പോയതും, അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു അനുഭവം പോലെയാണ്. അത് ഇനിയിപ്പം അത് ഞാൻ വളർന്നു വലുതായി കഴിയുമ്പോ അത് തന്നെ പിന്നെയും തുടരാൻ തന്നെയാണ് എന്റെ ആഗ്രഹം. ഓക്കെ, അത് മോൻ ചെയ്യുമ്പോ അച്ഛന് സന്തോഷം കിട്ടും. അപ്പൊ അത് തന്നെ തുടരാനാണ് ആഗ്രഹം. ഓക്കേടാ മിടുക്കാ. നമ്മളൊരു മുറി ഒതുങ്ങിയിരിക്കുന്നതിലും ഭേദമായി. ഇപ്പൊ എല്ലാരും അവരുടെ കൈകള് വീടുകളിൽ തന്നെയാണല്ലോ. ഒരു അടുത്തൊരു മരണം നടന്നപ്പോൾ ചില വീട്ടിലെ പിള്ളേർക്ക് അറിയത്തില്ല അവിടെ ആരെന്നാ സംഭവം. ഇപ്പത്തെ പിള്ളേരൊന്നും അങ്ങനെ ഒന്നും അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അവരങ്ങനെ എല്ലാം ശീലിപ്പിച്ചേക്കുന്നത്. മരിച്ച വീടാണ്, പിള്ളേര് വരണ്ടാന്ന് പറഞ്ഞ വീട്ടില്. പക്ഷെ മോനോട് ചെന്ന് എല്ലാം സഹായിച്ചു കൊടുക്കാനൊക്കെ. ഇപ്പൊ നമ്മള് പള്ളിയിലൊക്കെ ചെന്നാലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ സാധാരണ പള്ളിയിലല്ല ഏറ്റവും പുറകെ പോയിരുന്നു ഇങ്ങനെ ആദ്യം പോലെ. ഇത് നേരെ നമ്മള് മുൻപിലേക്ക് വീഴും, ആരും നോക്കുന്നൊന്നുമില്ല. ഏറ്റവും ഡയറക്റ്റ് കണക്ഷൻ ഇപ്പൊ അല്ലെങ്കിൽ ഇവരെങ്ങനെയാ എല്ലാരും പുറകെ നിൽക്കുമ്പോ. അപ്പൊ അങ്ങനെ കുറെ ദിവസം വേറെ ആൾ കിട്ടി ചെയ്യും. എന്നാ പിന്നെ ഞാനും എന്തിനാ ഇങ്ങനെ പുറകെ നിൽക്കേണ്ട കാര്യമുണ്ടോ? ഞാൻ പറഞ്ഞ ചെറിയ കാര്യങ്ങൾ പോലും മറ്റുള്ളവരെ ചിലർ നമ്മളോട് പറഞ്ഞില്ലെങ്കിൽ പോലും സ്വാധീനിക്കാറുണ്ട്, വളർത്തിൽ പോലും സ്വാധീനിക്കാറുണ്ട്. ബിജുടാ, കുറച്ച് കപ്പ നമ്മുടെ ഈ കിട്ടുകയാണ്, നല്ല ചെണ്ടക്കപ്പ. ആ കപ്പയും കൊണ്ട് ഉണ്ടാക്കാവുന്ന ഏറ്റവും സ്വാദിഷ്ടമായിട്ടുള്ള ഒരു വിഭവം
എന്താണെന്ന് പറയാമോ? അതെങ്ങനെ ഉണ്ടാക്കണെന്ന് കൂടി ഒന്ന് പറയാമോ? അല്ല നമ്മള് ഞങ്ങളിപ്പോ കപ്പ എന്ന് പറഞ്ഞാൽ ഈ കപ്പ ആട്ടി ഉണക്ക് കപ്പയാകുന്നുണ്ട്. ഉണക്കപ്പ അത് വേവിച്ചിട്ട് ചിലപ്പോ അതിന്റെ കൂടെ നമ്മൾ ഈ പോയിട്ട് എല്ല് മേടിച്ചിട്ട് എല്ലും കൂടി ഇട്ട് വേവിക്കും അതിനകത്ത്. അതൊരു ഭയങ്കര സാധാ കപ്പ ബിരിയാണി എന്ന് പറയും. പക്ഷെ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോ അങ്ങനെയില്ല, കപ്പയിലും അത് രണ്ടുപേരും കൂടെ ഇരുന്ന് കഴിക്കുമ്പോഴത്തേനും ഈ പൂച്ചയും എല്ലാം കൂടെ എല്ലാവരും സൈഡിൽ വന്നിരിക്കും, അവർക്കെല്ലാം കിട്ടും. അതൊരു ഭയങ്കര. പക്ഷെ ഇങ്ങനെ ഈ കപ്പയും ഭക്ഷണം നമ്മൾ കഴിക്കുമ്പോൾ നമ്മളൊരു 100,000 കേസ് കിട്ടുന്നതായിരിക്കും സംസാരിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ ഇരുന്ന് കഴിക്കുമ്പോ ഒരു കുടുംബങ്ങൾ തമ്മിൽ ഒത്തൊരുമയുണ്ട്. അതായത് വൈകുന്നേരം ഏതെങ്കിലും ഒരു ഭക്ഷണം ഞങ്ങൾ ആരെങ്കിലും ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ അപ്പൊ നമ്മളിങ്ങനെ പറയുമ്പോൾ എടി നീ അറിഞ്ഞിപ്പോ അവിടെ ഇങ്ങനെ സംഭവം ഉണ്ടായി, അല്ലെ ഇങ്ങനെ ഉണ്ടായി, അല്ലെ സ്കൂളിൽ ഇങ്ങനെ സംഭവം ഉണ്ടായി. അപ്പൊ ഒത്തിരി നാട്ടുവിശേഷങ്ങൾ നമ്മൾ ഈ ഭക്ഷണത്തിനിടയ്ക്ക് കൂടെ സംസാരിച്ചുകൊണ്ട് പോകും. അതൊരു ഭയങ്കര. ഇപ്പൊ എല്ലാ വീടുകളിലും എല്ലാരും പല സമയത്ത് വന്നിട്ടൊക്കെ ഭക്ഷണം കഴിക്കുന്നത്, പലരും തമ്മിൽ കാണാറും കൂടിയില്ല. അപ്പോ ഈ ഒരു സമ്പ്രദായം വളരെ നല്ലതാണ്. പിന്നെ ഒന്നാമത് നമ്മൾ മെയിനായിട്ട് നമുക്കൊരു പ്രാർത്ഥന നമ്മൾ തീക്ഷണമായിട്ടും നമ്മളിതൊന്നും അല്ല ഇപ്പം ഇനി ഇൻസ്റ്റാഗ്രാം ഫോളോവർ ആണോ അല്ലെങ്കിൽ 100 ഗേൾ അതൊന്നും അല്ല വിഷയം. മറിച്ച് ദാനമായി കിട്ടിയ ഒരു സംഭവം ഞങ്ങള് ഭാവിയാണ് ഞങ്ങളോട്. കാരണം ആ ഒരു ടച്ചിങ്, അവിടെ ഒരു ടച്ചിങ് ഒന്നാം സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു അനുഭവം അത്. കാരണം ഈ മനുഷ്യരുടെ ഈ അല്ലെങ്കിൽ ഇപ്പൊ കഴിക്കുന്ന കെട്ടിപ്പിടുത്തോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രോത്സാഹനം ഒരു പക്ഷെ നാളെ കണ്ട് ചിലപ്പോൾ ഇല്ലാതാവും. പക്ഷെ ദൈവമായിട്ടുള്ള ഒരു ആത്മീയ ബന്ധത്തിൽ നിലനിർത്തി പോകണം. അങ്ങനെ അതെല്ലാം ഒരു അനുഭവമുണ്ട്. ഇപ്പൊ മോളിപ്പോ എത്രയില്? ഇപ്പൊ +2 കഴിഞ്ഞു. +2 ഇപ്പൊ എവിടെ? പാലയിലാണ്, സന്തോഷ് കോളേജില് അഡ്മിഷൻ മേടിക്കാൻ പോകും. ഓക്കെ. പിന്നെ ചേച്ചി, നിങ്ങള് 4 പേരുമായിട്ടുള്ള ജീവിതമാണ്. ചാച്ചനും ഉണ്ട്. ഓക്കെ. ഇത് തറവാട് വീടാണോ? ഞങ്ങള് ഇത് പഴയകാലം ഒരു വീടാ. ഞാൻ ഒരാളെ ഉള്ളൂ. ചേട്ടനാണല്ലോ. ചേട്ടൻ ചെറുപ്പം കൂടെയായിരുന്നു. അതെ. ഞാനും പെങ്ങളെ അടുത്ത് കെട്ടിച്ചിട്ടുണ്ട്. ബിജോട്ടൻ ഇതിനു മുമ്പ് ഇപ്പൊ ഈ സ്കൂളില് പ്യൂണാവുന്നതിന് മുമ്പ് വേറെ എന്തായിരുന്നു? ഞാൻ കുറെ വർഷങ്ങളോളം പണിയായിരുന്നു, കൂലിപ്പണിയായിരുന്നു. പ്രത്യേകിച്ച് ചാണകം കോരാൻ പോക്ക്, പള്ളവിട്ട് നമ്മൾ അങ്ങനെയുള്ള ഈ പണികൾ ചെയ്യാനായിട്ട് ആളുകൾ ഇല്ലാത്തൊരു സാഹചര്യം വരുമല്ലോ. ഈ സെറ്റ് ടാങ്കുകള് അങ്ങനെയുള്ള അങ്ങനെയുള്ള ആ മേഖലകളിൽ ആരും ചെയ്യാൻ പഠിക്കുന്ന ചില മേഖലകളിലേക്ക് ഞാൻ ഇങ്ങനെ പോകരുത്. അപ്പൊ ആ സമയത്താണ് ഈ നാട്ടിലെ കോവിഡ് പറന്ന് പിടിച്ചല്ലോ, കോവിഡ് കാലം. അന്ന് ഈ കോവിഡ് രോഗികളെ അടക്കാൻ ഇവിടെ ആളില്ല. അങ്ങനെ ഒരു മുന്നോട്ട് വന്ന് ഞാനും 2 പേരും കൂടി മുന്നോട്ട് വന്നു. അങ്ങനെ 12 കോവിഡ് രോഗികളെ സംസ്കാരം മെഡിക്കൽ കോളേജിൽ പോയി ബോഡി എടുത്ത് കോട്ടയത്ത് കൊണ്ട് ദഹിപ്പിച്ച് ചാരം എടുത്ത് കൊടുക്കുന്ന. ഞാൻ എന്നെ വീട്ടിൽ പോലും വീട്ടിൽ പോലും കയറാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. കാരണം അങ്ങനെ ഒരു ഈ കോട്ടയം ജില്ലയിൽ ഏറ്റവും ചെയ്തതിനകത്ത് ഒരു 15 പേരെ കോവിഡ് രോഗികളെ അടക്കിയ ഒരു സംഭവം ഞാൻ മാത്രം അല്ലെങ്കിൽ വളരെ വളരെ നല്ല കാര്യം. അങ്ങനെയുള്ള കാര്യം ചോദിക്കുകയാണ്. അന്ന് ആർക്കും അറിയില്ല ഇനി എന്തൊക്കെ ഉണ്ടാവും പോണേ, നമ്മളെല്ലാരും ജീവനോടെ ഉണ്ടാവും, ഇനി എല്ലാവരും മരിച്ചു പോകുന്നൊക്കെ പേടിച്ചിരിക്കുന്ന സമയത്ത് മുന്നിട്ട് ഇറങ്ങിയത്. ഇതെല്ലാം ചെയ്തിട്ട് അത് ചെയ്യുമ്പോ വീട്ടില് ഫാമിലി ഇപ്പൊ 2 കുട്ടികളും വൈഫും ഉണ്ട്. അപ്പൊ അവരുടെ കാര്യത്തെ കുറിച്ച് ഒരു പേടി ഉണ്ടായിരുന്നു, എനിക്ക് എന്തെങ്കിലും സംഭവിക്കോ അങ്ങനെ ഒരു പേടി, ഉള്ളിന്റെ ഉള്ളിൽ പേടി. കാരണം പലരും എന്നോട് പറഞ്ഞു, കാരണം അമ്മ എന്ന അബോധാവസ്ഥ കിടക്കുക 3 വർഷമായിട്ട്. അമ്മ കഴിഞ്ഞ വർഷം മരിക്കുന്നത്. അപ്പൊ അമ്മ ഇങ്ങനെ മുറി കിടക്കുമ്പോ ഇങ്ങനെ അതായത് ഈ മെഡിക്കൽ കോളേജ് വെച്ചിരിക്കുന്ന ബോഡി വലിച്ചെടുത്ത് മൊത്തം പ്ലാസ്റ്റിക് കവറേജാ. അത് അഴിച്ചുകൊണ്ട് ദഹിപ്പിച്ചിട്ട് ചാരം കൊണ്ട് വീട്ടുകാരെ ഏൽപ്പിക്കുന്ന ഒരു ചടങ്ങാണ്. EPP കിറ്റാണ് ഞാൻ നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ 12ഓളം പേരെ അടക്കുക, ദഹിപ്പിക്കുക, എടുക്കുക എന്നൊക്കെ പറയുമ്പോൾ പലരും ചോദിച്ചിട്ടുണ്ട് എങ്ങനെ ഇത് സാധിക്കുന്നു. അല്ലെങ്കിൽ എല്ലാവരും മാറി നിൽക്കുന്ന സമയത്ത് പലപ്പോഴും ആൾക്കാർ ചിലപ്പോൾ മാറി നിൽക്കുക. കാരണം ഇങ്ങനെ അടക്കി കഴിഞ്ഞിട്ട് പിന്നെ മാസങ്ങളോടെ അണുക്കള് നമ്മുടെ മേത്തുണ്ടാവും. പക്ഷെ അങ്ങനെ ഒന്നും സംഭവിച്ചില്ല. പക്ഷെ ആ ഒരു വലിയ ഉത്തരവാദിത്വവും ദൗത്യവും ഒന്നും പറയാനില്ല. അപ്പൊ അതെല്ലാം കഴിഞ്ഞു. പിന്നെ കൊറോണ കാലം കഴിഞ്ഞിട്ടാണ് സ്കൂളിലേക്ക് കയറിയത്. ഞാന് കുറെ വർഷങ്ങൾക്ക് ഞാൻ സ്കൂളിൽ കൂലിപ്പണി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചുമ്മാ ഒരു പത്രത്തിൽ ഒരു അപേക്ഷ കണ്ട, ഒരു അപേക്ഷ ഇങ്ങനെ വിളിച്ചു, കൊച്ചിൻ കലാഭവനിലേക്ക് ഒരു ആർട്ടിസ്റ്റിനെ എടുക്കുന്നുണ്ടെന്ന്. സൈന്യദിനം ധർമ്മജൻ ബോൾഗാട്ടിക്കുള്ള അവർ ആ പീരീഡ് നിൽക്കുമ്പോൾ ധർമ്മജനെ സ്ഥിതിക്ക് നിൽക്കില്ല. കുറെ 1989-90 കാലഘട്ടത്തിലാണ്. അപ്പൊ ഞാൻ അപേക്ഷയെല്ലാം പൂരിപ്പിച്ചു. ചുമ്മാ ഒരു കാർഡ് ഇട്ടപ്പോ ഇന്റർവ്യൂവിന് പോരാൻ പറഞ്ഞു. അപ്പൊ ഇന്റർവ്യൂവിന് ചെന്ന് കഴിഞ്ഞപ്പോ ഇത് 3-5-6 സെക്ഷനാണല്ലോ, ഓരോ ജൂനിയർ സീനിയർ സെക്ഷൻ ഉണ്ട്. അപ്പൊ അന്ന് ഇവരൊക്കെ വണ്ടിയിൽ ഇങ്ങനെ പോകുന്നതാണ്. സൈന്യത്തിനൊക്കെ ഇങ്ങനെ കൃത്യം അടുത്ത് കണ്ടിട്ടുണ്ട്. അപ്പൊ
ഏറ്റവും കുറഞ്ഞ കുറെ പേരെ വെച്ച് മാട്ടക്കളി എന്ന് പറഞ്ഞോണ്ടൊരു ചെറിയൊരു സെറ്റപ്പ് പ്ലാൻ ചെയ്യുന്നത്. ആ കൂട്ടത്തില് എന്നെ ആക്കി. അത് കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, അച്ഛനെ കണ്ടപ്പം പറഞ്ഞു, ഒരു കാര്യം അടുത്ത ആഴ്ച മുതൽ ഇങ്ങോട്ട് പോലെ അന്ന് ആ പില്ലുള്ളത് പലരും കയറിപ്പോയി. അന്ന് ആരൊക്കെയാണ് അന്ന് ഇന്നത്തെ നടന്മാരിൽ ആരെങ്കിലും കൂടെ ഉണ്ടായിരുന്നു? അതുകൊണ്ട് അന്ന് ഈ പറഞ്ഞ സിദ്ധിക്കും ഇവരെല്ലാരും വന്നോണ്ട് ഇവര് മിണ്ടുന്നില്ല. അതെ, അവര് വണ്ടിയെ കയറി അവരവരുടെ ടീം. അങ്ങനെ പിറ്റേ ദിവസം പോരാൻ പറയും, ഓരോ ആഴ്ച കഴിഞ്ഞ് പോരാൻ പറയും. പോരാനായിട്ട് ഇവിടെ വന്നല്ല പള്ളിയിലെല്ലാം പറഞ്ഞു, ഇവിടെ എല്ലാം പള്ളിയിലെല്ലാം വിളിച്ചു പറഞ്ഞു നമ്മുടെ നാളെ കലാഭവനിലേക്ക്. പിന്നെ അച്ഛൻ പോയി ഒരു പാന്റും ഷർട്ടും പള്ളിയിൽ നിന്ന് മേടിച്ചെല്ലാം തന്നെ ഷൂ എല്ലാം മേടിച്ച് ശരിയായിരുന്നു. ആ സമയത്താണ് ഇവിടെ ഒരു ഹൈന്ദവനായ ഒരാൾ ക്യാൻസർ പേഷ്യന്റാ. അപ്പൊ അദ്ദേഹത്തിന്റെ ക്യാൻസർ മലതാരത്തിലാണ്. അപ്പൊ അവരിങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണ്. 50 രൂപ, അന്നത്തെ കാലത്ത് 50 രൂപ ചെലവും കൊടുക്കും, ഇയാളെ നോക്കാൻ ഒരാളെ അന്വേഷിക്കും. അങ്ങനെ അന്വേഷിച്ചപ്പോ ആരോ പറഞ്ഞു, എന്റെ പേര് പറഞ്ഞു കൊടുക്കും, ഈ പയ്യൻ ഇങ്ങനെ ചോദിച്ചു നോക്കിയാൽ ഇതിന്റെ പള്ളിയിലൊക്കെ പോകണമെന്ന് പറഞ്ഞു. അപ്പം ഞാനൊരു 10-18 വയസ്സാകുന്നു. ആ സമയത്ത് ഞാന് ഈ കലാഭവനല്ല നോക്കി, എന്റെ വീട്ടിൽ ഭയങ്കരമായി ദാരിദ്ര്യം പ്രശ്നമാണ്. വീട്ടിൽ ഓലപ്പരയായിട്ട് കിടക്കുന്നു, വീട്ടിലെ കാര്യം നോക്കാൻ ആരുമില്ല, ചാറ്റിന് ക്ഷീണം അങ്ങനെയൊക്കെയാണ്. അപ്പൊ പിന്നെ ഞാൻ അവരോട് പറഞ്ഞു, അതങ്ങ് മാറ്റിവെച്ചു. കലാഭവന്റെ പരിപാടി വെച്ചിട്ട് ഇവരുടെ കൂടെ ഞാൻ ആംബുലൻസിൽ കയറി ഈ രോഗിയുടെ 3 കാര്യം ചെയ്യാം. കാരണം ഇദ്ദേഹത്തിന്റെ വയറ്റിൽ നിന്ന് മലം പോകുമ്പോൾ അന്നത്തെ കാലത്ത് ഈ ബ്രഷ് ചെയ്ത് മൊത്തം തൂത്ത് വൃത്തിയാക്കുക, ആ ഒരു പരിപാടിയായിരുന്നു. അപ്പൊ നേഴ്സും അങ്ങനെ ആദ്യം കൂട്ടാട്ടുപോകാൻ ദേവമാതായി ചെന്ന് കഴിഞ്ഞപ്പം ഈ നേഴ്സ് പറഞ്ഞ ഡോക്ടർ പറഞ്ഞ നാളെ ഇദ്ദേഹത്തിന്റെ മലം ഒരു പ്രത്യേക പരിശോധനയ്ക്കുണ്ട്. അപ്പൊ ഈ മലതാരത്തിൽ 2 മലം പോകാൻ പാടാണ്, അതുകൊണ്ട് സൂക്ഷിച്ചു എപ്പോഴാണ് മലം പോകുന്നത് അത് നോക്കി ഇരിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നേഴ്സിന് ഇദ്ദേഹം കിടന്ന് കാറിയപ്പം ഹൈന്ദവനാണല്ലോ, ഇദ്ദേഹത്തെ കൊണ്ടേ കിട്ടി. അന്ന് ഈ യൂറോപ്യൻ ക്ലോസ് ഇല്ല, മറ്റേ സ്ഥലം അത് പലക പോലെ ഇങ്ങനെ വെച്ചിട്ട് ഒരു ഈ പുള്ളിയെ കയറ്റി ഇരുതിക എങ്ങനെ പാത്രം അടി വെച്ചു. പക്ഷെ ഇദ്ദേഹം ഈ മുക്കിയ സമയത്ത് ഇതിന്റെ ഒരു കഷ്ണം നേരെ ക്ലോസറ്റിലോട്ട് പോയി. അപ്പൊ നേഴ്സ് പറഞ്ഞു, ഇനി എന്നാ ഇതെങ്ങനെ എടുക്കുന്ന ആലോചിച്ചു. അപ്പൊ സാധാരണ ഞാൻ ആ സമയത്ത് എന്റെ ഈ കയ്യെ നേരെ ഈ ക്ലോസറ്റിലോട്ട് മൊത്തം ഇറക്കി, ഈ ക്ലോസറ്റിലോട്ട് എന്നിട്ട് അത് പതുക്കെ ഇങ്ങനെ കോരി എടുത്തിട്ട് കുട്ടി വെച്ചു. ഇപ്പൊ നേഴ്സ് എന്നോട് ചോദിച്ചു, താങ്കൾ ആരാന്ന് ചോദിച്ചു. പക്ഷെ ഞാൻ പറഞ്ഞ വർഷങ്ങൾക്ക് ശേഷം എന്റെ അമ്മ ഇവിടെ അബോധാവസ്ഥ കിടന്നപ്പോൾ ഹോം നേഴ്സിന്റെ ആവശ്യമോ ഒന്നും വന്നില്ല. കാരണം ആർക്കും വെറുപ്പം അന്ന് പോയപ്പോ മറ്റൊരാളുടെ ആവശ്യം ഞങ്ങൾക്ക് 2 പേർക്കും വന്നില്ല, ഞങ്ങൾ നോക്കി. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തെ തൃശ്ശൂർ അമ്പല ക്യാൻസർ സെന്റർ, കേരളത്തിലെ ഏറ്റവും വലിയ ക്യാൻസർ ആശുപത്രി, അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഇദ്ദേഹത്തിന് സ്ത്രീകളുടെ ഒരു വിഭാഗത്തിലാണ് കിട്ടിയത്. പക്ഷെ അന്ന് ഞാൻ ഇദ്ദേഹത്തിന് കൂട്ടുന്നത് അന്ന് രാത്രി 11 മണിയായപ്പോൾ അമ്പലയിൽ നിന്ന് ഭയങ്കര കാർച്ചയാണ്. കാരണം നോക്കിക്കൊണ്ടല്ലോ ഓരോ മുറിയില് ഈ ക്യാൻസർ രോഗികൾ കൂടുതലും മരിക്കുന്നത് രാത്രി 11-നും 12-നും ഇടയ്ക്കാണ്. അപ്പൊ ഈ അമലയുടെ പല മുറിയിലും ഇഷ്ടംപോലെ രോഗികൾ മരിക്കും. നേഴ്സുമാർ ഇങ്ങനെ വെള്ളത്തൊന്നും ഇട്ടിട്ട് മൂടി പോവാ. അത് കണ്ട് ഞാൻ അവിടെ നിന്ന് കുറെ നേരം പൊട്ടിക്കറിഞ്ഞു. അന്ന് ഞാനൊരു തീരുമാനം എടുക്കുന്നത് കലാഭവനൊന്നുമല്ല. പിറ്റേ ദിവസം പോലും ഞാൻ ഈ റേഡിയേഷൻ വന്ന രോഗികളെ എല്ലാം കൂടെ ഒരു സ്ഥലത്തോട്ട് വിളിച്ചു കൂട്ടി. എന്നിട്ട് ഞാൻ ഈ പറഞ്ഞ മിമിക്രി ഈ പറഞ്ഞ കൂട്ടും. ഞാൻ ഇന്ന് ഡാൻസ് പാട്ടിച്ചിരിക്കുന്നവർ നാളെ രാവിലെ ഇല്ല, നാളെ കാണുന്നവർ മറ്റന്നാളില്ല. പക്ഷെ അങ്ങനെ ഒരു ഫീൽഡിലേക്ക് വന്നതുകൊണ്ട് ഞാൻ അങ്ങനെ വന്നതാണ് ഞാൻ ജയിൽ വഴിയും ഈ മാനസികരോഗാശുപത്രിയുടെ അടുത്തേക്കും അങ്ങനെ ഒരു വിഭാഗത്തിന്റെ അടുത്തേക്ക് പോകാനായിട്ട് ഒരു പ്രേരണ ഉണ്ടായി. അതിൽ നിന്നൊരു ജോലിയായി. പക്ഷെ ഞാൻ പറഞ്ഞ അതിന് കിട്ടുന്ന ഒരു മറ്റു ആയിരക്കണക്കിന് ആൾക്കാരെ കൈയടിയേക്കാൾ ഉപരിയായിട്ട് ആ ഒരു തത്വം ഞാൻ പറഞ്ഞു കൊടുത്തു. നമുക്കൊരു രോഗികളുണ്ടെങ്കിൽ നമ്മളവരെ കണ്ടുപിടിക്കണം. എനിക്ക് പാലിച്ചൊരു ക്ഷീണം വന്ന ഒരു ഹോം നേഴ്സിന്റെ ഒരു ആവശ്യമില്ല, അത് പരിചരിക്കാൻ. ചേട്ടാ ഞാനിതൊരു എനിക്കിതൊരു കഥയായിട്ടൊന്നും അല്ല തോന്നുന്നു. എനിക്ക് ചേട്ടാ നിങ്ങള് എനിക്കറിയില്ല, എന്റെ പൊന്നേട്ടന്മാരെ ഇവിടെ ചീത്ത വിളിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഇന്റർവ്യൂ കാണും. ഇനി ഇത് എനിക്കൊന്നും പറയാനില്ല അതിനപ്പുറത്തേക്കൊന്നും. അതേസമയം കുറെ നാളുകൾക്ക് മുൻപ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ലോണിന്റെ ഭാഗം എടുത്ത് വീട് സ്ഥലത്തും ജപ്തില്ല. നമ്മുടെ വീട് ഈ വീട് ജപ്തില്ല. അപ്പൊ വീട് 4 തവണയ്ക്ക് ഇവര് വന്നു. അപ്പൊ ഇവര് ഇൻസ്റ്റാഗ്രാമില് ഞങ്ങൾ ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോ ഇൻസ്റ്റാഗ്രാമിൽ കുറെ പേരെല്ലാം കൂടെ പൈസ അയച്ചു തന്നു. അങ്ങനെ നമ്മൾ 2 ലക്ഷം രൂപ കൊണ്ട് അടച്ചു. പക്ഷെ അതിന്റെ 9 ലക്ഷം രൂപയാണ് ഇതിന്റെ ബാധ്യത. അത് ഞങ്ങളുടെ വിവാഹവുമായി ബന്ധപ്പെട്ടെടുത്ത. പക്ഷെ അത് പിന്നെ അടയ്ക്കാൻ പറ്റില്ല. അപ്പൊ ഇത് 35 സെന്റ് സ്ഥലം വീടുമുണ്ട്. പക്ഷെ ഈ ഒരു ബാധ്യത നിൽക്കാൻ ഇപ്പം സ്കൂളിൽ നമ്മൾ എന്താ ലോൺ എടുത്തെന്ന് പറഞ്ഞപ്പോ ഈ 9 ലക്ഷം നമ്മളെ കൊണ്ട് അടയ്ക്കാൻ പറ്റില്ല. ഇവരിപ്പോ അദാലത്തിന് വിളിക്കും, അവര് വഴക്കാണ്ടാവും. അപ്പൊ ഇവര് ഈ പുതിയ UDF സർക്കാർ വന്നപ്പം ഇപ്പൊ ഓഗസ്റ്റ് 31 വരെ നീട്ടിയിട്ടുണ്ട്.
മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് ഇത് ജപ്തി ചെയ്യാനൊന്നും പറ്റിയാണ്. പക്ഷെ ആ ഒരു കാലയളവിക്കുള്ളിൽ എന്തെങ്കിലും ഒരു സാധ്യതകള് എവിടെന്നെങ്കിലും നമുക്ക് ഉണ്ടാവുന്നുണ്ട്. ഇത്രയും ആളുകൾക്ക് വേണ്ടി ചേർന്നെങ്കിൽ നിങ്ങളെ രക്ഷിക്കാൻ ഒരു കൈ വരും. അത് എത്രയും പെട്ടെന്ന് വരട്ടെ. ഞങ്ങളിങ്ങനെ പോകുന്നു. ഞാൻ പറഞ്ഞ ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയം. പക്ഷെ നമ്മൾ എല്ലാ ദിവസവും പ്രമാദത്തിലോട്ട് നമ്മളൊരു സന്തോഷവാനായിരിക്കുക. ഒരിക്കലും ഞങ്ങൾ വീട് 9 ലക്ഷം ബാധ്യതയിലിരിക്കുന്നു. ഇത്രയും പ്രശ്നങ്ങൾ ഈ ഇദ്ദേഹം ആരറിയോ, ഒരു മലയാള സിനിമയിൽ തെളിഞ്ഞു നിൽക്കുന്നുണ്ട് ഒരാളാണ്. കലാഭവൻ അന്നത്തെ കാലത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ, സൈനുദ്ദീനും സിദ്ദിഖൊക്കെ ഉള്ള ഒരു കാലത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം ഉറപ്പായിട്ട് സിനിമയിൽ എത്തേണ്ട കഴിവുള്ള ആളാണ്. ഒരു ക്യാൻസർ പേഷ്യന്റിന് വേണ്ടിയിട്ട് വീട്ടിലെ പ്രാരാബ്ദം ഓർത്ത് അത് മാറ്റി വെച്ചിട്ട് അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാ. ഇപ്പോഴും അതിൽ നിന്ന് കരകയറിയിട്ടില്ല അല്ലെ? ഇപ്പോഴും ആളുകൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഒരുപാട് വിഷമമുള്ള ഒരാളാണ് ഈ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മളെല്ലാരും ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രഭാതവർഷവും സായവർഷവും എന്ന് പറഞ്ഞിട്ട്. പക്ഷെ നമുക്ക് ഒരിക്കൽ പോലും നമുക്ക് നിരാശ ഉറങ്ങിയിട്ട് വന്നിട്ടില്ല. വലിയ ഒരു സന്തോഷമാണ്. കാരണം ഈ ഭാര്യയും പറഞ്ഞു പിള്ളേരും എല്ലാവരുമായിട്ട് വന്ന് പറയും നമ്മളെല്ലാം ദൈവത്തിന് സമർപ്പിക്കുന്നു, വെളുപ്പിനെ എഴുന്നേറ്റ് പള്ളിയിൽ പോകുന്നു. പക്ഷെ നമുക്ക് അങ്ങനെ ഒന്നും പക്ഷെ ഒരു വശത്ത് അനേകം പേരെ സഹായിക്കാൻ പറ്റുന്നു, ഒരു വശത്ത് അനേകം പേരെ ചിരിപ്പിക്കാൻ പറ്റുന്നു. ഞാൻ പറഞ്ഞ ചെറിയ വീഡിയോ കമന്റുകളൊക്കെ വന്നോട്ടെ, പക്ഷെ അനേകം പേര് ചിലർ ഇത് സ്പർശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവന്റെ ഒരു സംഭവം കഴിഞ്ഞ ദിവസം ടി വിയിൽ വന്നിരുന്നു. ഈ തെന്മല എന്ന് പറയുന്ന കൊല്ലം ജില്ലയിൽപ്പെട്ട സ്ഥലത്ത് ഒരു ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്യാനായിട്ട് പോയ കാര്യം. അവന് രാവിലെ ഒരു 11 മണിയായപ്പോൾ ഇവന് ഈ തെന്മല ഡാമിന്റെ അപ്പുറത്താണ് ഹരികൃഷ്ണൻ നിങ്ങളുടെ അവന്റെ പേരെന്ന് പറഞ്ഞു. പക്ഷെ അവനിങ്ങനെ പോവാ. രാത്രി 11 മണിയായി. പോയി കഴിഞ്ഞ് ഇവൻ ഇത് പത്തിലെ ചേട്ടന്മാരെ ചേച്ചിമാരെ ഒറ്റ വിളി, ആ ഒറ്റ വിളിയിൽ പുള്ളി സംഭവം നിർത്തി. നിർത്തിയിട്ട് പുള്ളി ഞങ്ങളുടെ നമ്പർ തപ്പിച്ച് രാത്രി 11 വിളിച്ചു. അങ്ങനെ ഹരീഷൻ ഇങ്ങനെ തെന്മല ചേട്ടൻ സമയം 12 ഇവനെ ഒന്ന് വിളിക്കാവോ, ഒന്നുകൂടി ഒന്ന് കേൾപ്പിക്കാവോ എന്നില്ല. അന്നേരമാണ് ഈ പുള്ളി പറഞ്ഞു. ഞാൻ പറഞ്ഞ ഒറ്റ വിളിയിലുണ്ടായ ഒരു ജീവന്റെ തിരിച്ചുവരവിന്റെ കാര്യമാണ്. പുള്ളി പറഞ്ഞു ഒത്തിരി നേരം ഞാൻ എന്നെ അത് ആ തിരിച്ചു ചേട്ടന്മാരെ ചേച്ചിമാര് ഞാൻ ഒറ്റ വിളി എന്നെ തിരിച്ചു പോകണം, ജീവിതത്തിലേക്ക് തിരിച്ചു പോകണം. ഞാൻ വിമർശിക്കുന്നവരൊത്തിരി പക്ഷേ തീർച്ചയായിട്ടും ചേട്ടാ എന്തായാലും സന്തോഷം മാത്രം ഉണ്ടാവുള്ളൂ നിങ്ങൾക്കൊക്കെ. ലൈഫൊക്കെ മാറാൻ മതി. മിടുക്കമാണെന്ന് വലുതാവല്ലേ അല്ലടാ. ഇവൻ കാണിച്ചു തരും ഇവൻ ആരാണെന്ന്. ഇവന്റെ അംഗം തുടങ്ങാൻ പോണുള്ളൂ. എന്തായാലും ഒരുപാട് സന്തോഷം ചേട്ടാ. ഒന്ന് നമുക്ക് ടൈം ചേട്ടന് പോകേണ്ട സമയം, നമുക്ക് ഞങ്ങളൊരു ദിവസം എന്തായാലും ഇറങ്ങും. ഇതുപോലെ ഇറങ്ങും, വീടും പരിസരമൊക്കെ നമ്മൾ കാണും. നമുക്ക് കുറച്ച് പരിപാടികൾ ഞങ്ങൾ എന്തായാലും വരും. ഇവൻ വരുന്നുണ്ടോ സ്കൂളില്? മോളുടെ അടുത്തേക്ക് വരുന്നുണ്ട്, മോനും വരുന്നുണ്ട്. എടാ അതിലേക്ക് നമുക്ക് തോട്ടിലൊക്കെ പോയായിരുന്നു. കുഴപ്പമില്ല, നിക്കോ അതിന് നമുക്ക് തോട്ടിൽ കുളിക്കാൻ പോകാനോ? ഓക്കെ, ഞാനിവരെ കൊണ്ട് പോകണം. എന്നാ അവരെയും കൊണ്ട് പോയിക്കോളാം. ഇവന് എന്നാ ഞങ്ങൾ ഇന്ന് തോട്ടിലൊക്കെ പോയി തോടൊക്കെ കണ്ടു പറ്റും. എന്താ മോനെ ഓക്കെ അല്ലേ? ഞങ്ങളെ വീട്ടിൽ വന്നതിനും ഒരുപാട് സന്തോഷം. അവര് നിൽക്കും. ഓക്കെ, അവരങ്ങനെ ഓർമ്മ പോയി. കാരണം അവർക്ക് അവരിങ്ങനെ ഒതുങ്ങി നിൽക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. അപ്പൊ എന്തായാലും ചേട്ടാ ഇനി ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ ചെയ്യുക. ഇതേപോലത്തെ നല്ല ഭക്ഷണങ്ങൾ മലയാളികൾക്ക് ആരോഗ്യപരമായിട്ടുള്ള ഭക്ഷണങ്ങൾ ചേട്ടൻ പരിചയപ്പെടുത്തി കൊടുക്കുക. ആ പഴമേനെ വീണ്ടും ആ കൊതിയോടുകൂടി തിരിച്ചു കൊണ്ടുവരാൻ ചേട്ടന് പറ്റുന്നുണ്ട്. അത് ഇനിയും തുടർന്ന് മുമ്പോട്ട് പോവാം. അപ്പൊ ചേട്ടാ അപ്പൊ എന്തായാലും നമുക്ക് ഇപ്പൊ പോകാനുള്ള സമയമായിട്ടുണ്ട്. നമുക്ക് സ്കൂളിൽ പോകണം. അപ്പൊ നമ്മള് നേരം കളയണില്ല. ഇപ്പൊ തന്നെ മണി ഇത്രയായില്ലേ? അപ്പൊ എന്തായാലും ഞങ്ങൾ എന്തായാലും ഇനി വരും. ഈ പരിസരത്തൊക്കെ നമ്മളൊന്ന് കറങ്ങി അടക്കും. കുറച്ച് വിശദമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ നമ്മൾ എന്തായാലും എടുക്കും. അപ്പൊ ഒരുപാടൊരു സന്തോഷം ചേട്ടൻ ഇപ്പൊ ദൈവനെ വളർത്തിക്കൊണ്ടിരുന്ന ഒരു രീതിയുണ്ട്. ആ രീതി ഈ നാട്ടിലെ എല്ലാ കുട്ടികളും അത് ഫോളോ ചെയ്യുന്ന രീതിയിലേക്ക് ആ മെസ്സേജ് ചേട്ടൻ എത്തിക്കാൻ പറ്റട്ടെ എല്ലാവർക്കും. അതേപോലെ തന്നെ ചേട്ടൻ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോസ് ഒരുപാട് ആളുകൾക്ക് ആ സ്വാദിഷ്ടമായ ആരോഗ്യപരമായ ഭക്ഷണങ്ങളെ കഴിപ്പിക്കാനുള്ള പ്രചോദനം അത് കൊടുക്കുന്നുണ്ട്. വളരെ കൊതിയോട് കൂടിയിട്ട് ആൾക്കാർ ആ പഴമയിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. എല്ലാവർക്കും എന്താണ് ഇതിന്റെ ടേസ്റ്റ് എന്ന് അറിയാൻ വേണ്ടി പലരും ഇപ്പോൾ UK യിലും US ലും അമേരിക്കയിലുള്ളവരൊക്കെ ചേട്ടനെ വിളിച്ചു ചോദിച്ചിട്ട് തന്നെ ഉണ്ടാക്കി കഴിക്കുന്നുണ്ട്. അപ്പോൾ അത് തുടർന്ന് മുമ്പോട്ട് ഒരുപാട് ആൾക്കാർക്ക് സന്തോഷം കൊടുക്കാൻ ചേട്ടന് പറ്റുന്നുണ്ട്. ഒരു ആത്മഹത്യ ഒറ്റ വിളികൊണ്ട് രക്ഷപ്പെടുത്തിയാണ് ഇത്. അപ്പൊ ഇതുപോലെ ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. എല്ലാ വിഷമവും മാറും. അതിന് നിങ്ങളുടെ പുറകെ ഒരു ദൈവത്തിന്റെ ഒരു കൈ വരും എത്രയും പെട്ടെന്ന് ചേട്ടാ. അത് വരട്ടെ. സർവേശ്വരൻ എല്ലാ ഐശ്വര്യവും നേരട്ടെ, ആരോഗ്യം നേരട്ടെ. താങ്ക് യു സോ മച്ച്.